ആരാധിക്കാനുണ്ടാക്കിയ ലോകത്തിലെ ഒന്നാമത്തെ ഭവനമാണ് കഅബാലയം എന്ന് പറയുന്നത്. അതാണ് ലോകത്തിലെ ഒന്നാമത്തെ അള്ളാഹുവിന്റെ വീട്, അല്ലേ? ശരി, അതിന് ചരിത്രത്തിലേക്ക് പോകുന്നില്ല. അത് കഴിഞ്ഞ് 40 വർഷക്കാലത്തിനിടയിൽ ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് അല്ലാഹനെ മാത്രം ആരാധിക്കാനുണ്ടാക്കിയ ലോകത്തിലെ രണ്ടാമത്തെ ഭവനമാണ് കഅബാലയം. നിർമ്മിച്ചു കഴിഞ്ഞിട്ട് വെറും 40 കൊല്ലത്തിനുള്ളിൽ ഉണ്ടാക്കിയ മുസ്ലിമിന്റെ ലോകത്തിലെ രണ്ടാമത്തെ ആരാധനാലയമാണ് ജെറൂസലേം എന്ന് പറയുന്ന ഈ പിന്നെ ഫലസ്തീനിലെ അൽ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മനോഹരമായ വീട്. ആ വീട് തകർത്തു പോകുന്നത്, ആ വീട് തകർന്നെരിയുന്നത്, ആ വീടിനെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, അവിടേക്ക് ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി വരുന്ന പാവപ്പെട്ട ഉമ്മമാരെയും സഹോദരങ്ങളെയും നിഷ്ഠൂരമായി കൊന്നു തീർക്കുമ്പോ അമ്മോച്ചനല്ല, അമ്മായിമ്മ എന്ന പദമല്ല, മുസ്ലിമിന്റെ നെഞ്ചു പിടക്കും. ആകാശത്തിന്റെ മേലാപ്പിലേക്ക് കരങ്ങൾ ഉയർത്തി ഞങ്ങൾ പ്രശ്നങ്ങൾ കേൾക്കുമ്പോ അവിവേകമായി സംസാരിക്കുന്നവരല്ല, വിവേകത്തോടു കൂടി മാത്രം സംസാരിക്കുന്നവരാണ്. ഇസ്ലാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൽമ് എന്ന് പറയുന്ന ജ്ഞാനവും ഹിൽമ് എന്ന് പറയുന്ന വിവേകവും ഒരുമിച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പഠിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ഉടമകളാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ. അതുകൊണ്ട് ഏതൊരു മുസ്ലിമിന്റെ നെഞ്ചും പിടക്കും. ലോകത്തിൽ അല്ലാഹനെ മാത്രം ആരാധിക്കാനുണ്ടാക്കിയ ലോകത്തിലെ രണ്ടാമത്തെ ഭവനത്തിനു നേരെ പീരങ്കികൾ തിരിച്ചു വെക്കുമ്പോ, ഹിറ്റാച്ചികൾ തിരിച്ചു വെക്കുമ്പോ, അതിനു ചുറ്റും വലിയ ഗർത്തങ്ങൾ തീർക്കുമ്പോ, അൽ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന പള്ളിക്ക് ചുവട്ടിലൂടെ അവിടെ തീവണ്ടി കടത്തിവിടണമെന്ന് പറഞ്ഞ് തുരങ്കം റെഡിയാക്കുമ്പോ, അൽ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന റബ്ബിന്റെ ഭവനം തകർത്തെറിയാൻ പണിയെടുക്കുന്ന ജൂദായിസത്തിന്റെ കോപ്പുകൂട്ടുകൾ കാണുമ്പോ ഏതൊരു മുസൽമാന്റെയും മനസ്സ് പിടക്കും. അത് ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും പ്രശ്നമാണ് ഫലസ്തീൻ എന്ന് പറയുന്ന മണ്ണിന്റെ പ്രശ്നം. പക്ഷേ ഒരു വാക്ക് ഞാൻ ഈ വിഷയത്തിൽ ചേർത്തി പറയട്ടെ. എത്ര പണിയെടുത്താലും ജൂതന്മാർ ഇന്ന് മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് പോലെ കൂരിട്ടുള്ള വെളിച്ചം കിട്ടാത്ത സ്ഥലത്തേക്ക് ഗസയുടെ പരിസര പ്രദേശത്ത് നിന്ന്, വടക്ക് ഗസയിൽ നിന്ന്, തെക്ക് ഗസയിൽ നിന്നൊക്കെ പിടിച്ചു കൊണ്ടുപോകുന്ന പാവപ്പെട്ട കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരുമില്ലേ, നിങ്ങൾ ഏത് കൂരിട്ടിന്റെ മറവിൽ കൊണ്ടുപോയി ജൂദായിസത്തിന്റെ മേലാപ്പ് പുതച്ച മുഴുവൻ ആളുകളും ലോകത്തോട് നാം പറഞ്ഞു കൊടുക്കേണ്ട സന്ദേശമാണ്. എന്തു നിങ്ങൾ വിചാരിച്ച് തകർത്തെറിയാൻ ശ്രമിച്ചാലും ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് മുത്തുനബിയുടെ തിരുനാവിലൂടെ ലോക മുസ്ലിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ഈ ജൂതന്മാർ ഇന്ന് കാട്ടിക്കൂട്ടുന്ന നിഷ്ഠൂരമായ പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സ് നൊന്ത് ആകാശത്തിന്റെ മേലാപ്പിലേക്ക് കരങ്ങൾ ഉയർത്തി, ആകാശത്തിന്റെ മേലാപ്പിലേക്ക് മുസൽമാന്റെ പ്രാർത്ഥന ഉയരുമ്പോ ഞങ്ങൾക്കുള്ള ആശ്വാസത്തിന്റെ വാക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഫലസ്തീനികൾ നെട്ടോട്ടമോടുന്നത് പോലെ അല്ല, അതിനപ്പുറം ഏത് ദിക്കിലേക്ക് ഓടണമെന്നറിയാതെ, ഏത് ദിക്കിലേക്ക് തിരിയണമെന്നറിയാതെ ജൂതന്മാർ മുഴുവനും നെട്ടോട്ടമോടുന്ന ഒരു സമയം വരാനുണ്ട്. മുസ്ലിമും ജൂതനും തമ്മിൽ നടക്കുന്ന ഏറ്റുമുട്ടലിൽ മുസ്ലിമിനായിരിക്കും അവസാനം വിജയമെന്ന് കളവ് പറയാത്ത മുത്തുനബിയുടെ തിരുനാവ് കൊണ്ട് ലോകത്തിന്റെ മുമ്പാകെ പറഞ്ഞു വെച്ചത് സത്യമായി പുലരുമെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അതുകൊണ്ട് ഫലസ്തീനിലെ മുസ്ലിങ്ങളെ തകർത്തെറിയാമെന്ന്, അൽ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ഭവനത്തെ തകർത്തെറിയാമെന്ന് ജൂതന്മാർ വിചാരിക്കുന്നത് അതേ മൂഢൻ കാണുന്ന സ്വപ്നം മാത്രമാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തിലേക്ക് രണ്ടാമത്, ഭൂമിയിലേക്ക് രണ്ടാമത് ഈസാ നബിയുടെ വരവുണ്ട്. ഖിയാമത്ത് നാളിന്റെ അവസാന ലക്ഷണങ്ങളിൽ ഒന്നായി ഹബീബുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന പുണ്യമണ്ണാണ് ജെറൂസലേമിന്റെ മണ്ണ്. അവിടെ ചെന്നിട്ടാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ പോകുന്നത്. ഈ ജെറൂസലേമിലെ അൽ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന പള്ളിയിലേക്കാണ്. ജൂദായിസത്തോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്കത് തകർത്തെറിയാൻ പറ്റുമെങ്കിൽ വരാനിരിക്കുന്ന ഈസാ നബി എങ്ങനെയാണ് അൽ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ഭവനത്തിൽ ചെന്ന് 2 റക്അത്ത് നമസ്കരിക്കുക? ഇല്ല. മുത്തുനബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അടുത്ത വാചകം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോ. 4 സ്ഥലത്ത് മസീഹുദ് ദജ്ജാൽ എന്ന് പറയുന്ന മസീഹുദ് ദജ്ജാലിന് പ്രവേശനം കിട്ടാത്ത 4 പള്ളിയെ ലോകത്തുണ്ടാവുകയുള്ളൂ. അൽ മസീഹുദ് ദജ്ജാൽ എന്ന് പറയുന്നവൻ വന്നിട്ടില്ല.
എന്നാൽ ദജ്ജാലുകളുടെ വരവുണ്ടായിട്ടുണ്ട്. പക്ഷേ മസീഹു ദജ്ജാൽ എന്ന് പറയുന്ന ദജ്ജാലിന്റെ വരവ് പ്രത്യക്ഷാർത്ഥത്തിൽ നമ്മൾ ആരും കണ്ടിട്ടില്ല. എന്നാൽ മസീഹു ദജ്ജാൽ വന്നാൽ 4 പള്ളിയിലേക്ക് മസീഹു ദജ്ജാൽ പ്രവേശിക്കില്ല. ഒന്ന് ഏതാ മക്കത്തെ പള്ളിയാണ്. 2 മുത്തുനബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി എന്ന് പറയുന്ന മദീനത്തെ പള്ളിയാണ്. 3 മസ്ജിദ് തൂർ സീന എന്ന് പറയുന്ന തൂരി സീന എന്ന് പറയുന്ന പർവ്വതത്തോട് ചേർന്ന് കിടക്കുന്ന പള്ളിയാണ്. 4 അൽ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ജെറൂസലേം എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ ഫലസ്തീനിലെ പള്ളിയാണ്. അപ്പൊ മസീഹു ദജ്ജാലിന്റെ വരവുണ്ടാവുമ്പോ സമയത്തും അൽ മസ്ജിദുൽ അഖ്സ അവിടെയുണ്ട് എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. എന്നാൽ ഇവിടെ വഴിക്കടവിൽ ഈ പ്രസംഗം കേട്ട മുഴുവൻ ആളുകളോടും എനിക്ക് പ്രത്യേകമായി റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ആത്മാർത്ഥമായി നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്, ഫലസ്തീനിലെ ഒരു പാവപ്പെട്ട മനുഷ്യൻ എത്രയോ കുട്ടികളെ കൊന്നു തീർക്കുകയാണ് അല്ലെ. ഒരു കുട്ടി പോലീസ് ഉദ്യോഗസ്ഥനോട് ഇസ്രായേൽ പട്ടാളത്തോട് തർക്കിക്കുന്ന ഒരു വീഡിയോ ഞാൻ ശ്രദ്ധിച്ചു. ആ കുട്ടി ഇങ്ങനെ തർക്കിക്കുകയാണ്, ഉമ്മയെ നിഷ്ഠൂരമായി കൊന്ന ഇസ്രായേലിന്റെ പട്ടാളത്തോട്, വാപ്പയെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞ ഇസ്രായേലിന്റെ പട്ടാളത്തോട് ഒരു 8 വയസ്സോ 7 വയസ്സോ മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടി തട്ടുത്തരം പറയാതിരിക്കുമോ? വാക്കുകൾ കൊണ്ട് കസർത്ത് പിന്നെ അയാളോട് സംസാരിക്കാതിരിക്കുമോ? ഉമ്മയെയും ബാപ്പയെയും നഷ്ടപ്പെടുത്തിയിട്ട് ബാക്കിയായ കുട്ടി 3 or 4 വയസ്സുള്ള തന്റെ അനിയത്തി കുട്ടിയെയും ചേർത്ത് പിടിച്ച് നിഷ്ഠൂരനായ ഇസ്രായേലിന്റെ പട്ടാളത്തോട് വിരൽ ചൂണ്ടി സംസാരിക്കുമ്പോ എന്റെ മുന്നിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞ് ഇസ്രായേൽ പട്ടാളം ആ കുട്ടിയോട് കയർത്തപ്പോ കുട്ടി ഉമ്മയെക്കുറിച്ചും ബാപ്പയെക്കുറിച്ചും പറഞ്ഞപ്പോ അവന്റെ തലക്കു നേരെ കാഞ്ചി വലിച്ച് ആ നിഷ്ഠൂരമായ രീതിയിൽ ആ കുട്ടിയെ കൊന്നുകളയുന്ന വീഡിയോ എന്റെ കൺമുമ്പിൽ ഒരു വീഡിയോയിൽ ഞാൻ കാണാനിടയായപ്പോ ഏതൊരു മനുഷ്യന്റെ മനസ്സും തകർന്നു പോകും. നിങ്ങൾ കൊന്നു തീർക്കുന്ന ഏത് കുട്ടികളുടെ കണക്കുണ്ടല്ലോ, തകർത്തെറിഞ്ഞത് സ്കൂളിൽ കെട്ടിടത്തിന്റെ മേലേക്കാണ്, ഹോസ്പിറ്റലിന്റെ മേലേക്കാണ്. 12,000 സാധാരണ രോഗികൾ ഈ ഹോസ്പിറ്റലിൽ ഉണ്ട് എന്ന് ഇസ്രായേൽ പട്ടാളത്തോടും ഇസ്രായേൽ ഭരണകൂടത്തോടും ഫലസ്തീനിലെ ആളുകൾ പറഞ്ഞു. നിങ്ങൾ തകർത്തെറിയാൻ പോകുന്നത് രോഗികളായി കിടക്കുന്ന 12,000 രോഗികൾ കിടക്കുന്ന ഈ ഹോസ്പിറ്റലിന്റെ മേലെയാണ്. നിങ്ങൾ ബോംബ് വർഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ 400ഓളം എമർജൻസി പ്രശ്നത്തിൽ കിടക്കുന്ന വളരെ സീരിയസ് അവസ്ഥയിൽ കിടക്കുന്ന രോഗികളാണ് ഈ ഹോസ്പിറ്റലിൽ ഉള്ളത്. പക്ഷേ ഇതൊന്നും ചെവി കൊടുക്കാതെ എവിടെ അവർക്ക് മനുഷ്യത്വം, എവിടെ അവർക്ക് ഹ്യൂമാനിറ്റി, എവിടെ അവർക്ക് മാനുഷികമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനുള്ള ഏതർത്ഥത്തിലാണ് അവർക്ക് അവകാശപ്പെടാനുള്ളത്? ആ ഹോസ്പിറ്റലിന്റെ മേലെ അവർ ബോംബ് വർഷിപ്പിക്കുകയാണ്. ഇതാ നിങ്ങൾക്ക് സമയം തരുന്നു, ഈ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ എല്ലാവരും ഒഴിഞ്ഞു പോകണം. എവിടേക്ക് പോകും? വെള്ളമില്ലാത്ത, കുടിവെള്ളം പോലും നിഷേധിക്കുന്ന, കറണ്ട് പോലും നിഷേധിക്കുന്ന, സോഷ്യൽ മീഡിയ പോലും നിഷേധിക്കുന്ന, കൂരിരുട്ടിൽ കഴിയണമെന്ന് വിചാരിക്കുന്ന ആ മനുഷ്യരോട് പറയുന്നു, ഈ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകണം, നിങ്ങൾക്ക് 12 മണിക്കൂർ സമയം തരാമെന്ന്. ഇതൊക്കെ ലോകം കേട്ടിട്ട് ചാനലുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഭരണകൂടവും പ്രതിപക്ഷവും ഒക്കെ ഫലസ്തീനിന്റെ പ്രശ്നത്തിൽ ഒന്നിച്ചു നിൽക്കുന്നുണ്ട്. നമുക്കതിൽ സന്തോഷമുണ്ട്, നമുക്കത് വല്ലാത്ത ആഹ്ലാദമുണ്ട്. ഫലസ്തീനികളുടെ പ്രശ്നത്തിൽ ഇവിടുത്തെ ഭരണപക്ഷവും ഇവിടുത്തെ പ്രതിപക്ഷവും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ഫലസ്തീനിൽ എന്ന് പ്രശ്നമുണ്ടായിരുന്നോ അന്നൊക്കെ ഇന്ദിരാഗാന്ധിയുടെ കാലം പരിശോധിച്ചോ നിങ്ങൾ? അതിനുശേഷം വന്ന പ്രധാനമന്ത്രിമാരുടെ കാലം പരിശോധിച്ചോ നിങ്ങൾ? ഒരു കാര്യം ഞാൻ വെട്ടി തുറന്നു പറയുകയാണ്, ഇന്ത്യ രാജ്യം ഫലസ്തീനിൽ പ്രശ്നമുണ്ടായപ്പോ ഇസ്രായേൽ ക്രൂരതയ്ക്ക് എതിരായിരുന്നു ഇന്ത്യയുടെ പാരമ്പര്യം കടന്നുപോയിരുന്നത്. പക്ഷേ ഇന്ന് അതിന് നേരെ വിപരീതാർത്ഥത്തിൽ ഇന്ത്യയുടെ ഏതൊക്കെയോ വിധത്തിലുള്ള കൊച്ചു കൊച്ചു വർത്തമാനങ്ങളുടെ സപ്പോർട്ട് പോലും, പ്രിയപ്പെട്ടവരെ, ഈ ക്രൂരത നടക്കുന്ന ഈ സ്ഥലത്ത് വെടിവെപ്പ് നിർത്തണമെന്ന് പറഞ്ഞ് ഓരോ രാജ്യവും ഒപ്പുവെക്കാൻ ഒരുങ്ങുമ്പോ ഇന്ത്യ എന്ന് പറയുന്ന നാം ജീവിക്കുന്ന, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായ നാനാത്വത്തിൽ ഏകത്വം ഉദ്ഘോഷിക്കുന്ന, ജനാധിപത്യത്തിന്റെ പേര് ഉയർത്തിപ്പിടിക്കുന്ന, അല്ലെ മതേതരത്വത്തിന്റെ മഹിമ ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന ഈ ഭാരതത്തിന്റെ അതിന്റെ പ്രതിനിധികൾ ഒപ്പുവെക്കാതെ മാറി നിൽക്കുന്ന ദയനീയമായ അവസ്ഥ വെടിനിർത്തണമെന്ന് പറയുന്ന 100 ചില്ലാൻ രാജ്യങ്ങൾ ഒപ്പുവെക്കുന്നതിൽ, പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യം മാറി നിൽക്കുന്ന ദയനീയമായ രംഗം
കാണേണ്ടി വന്നു നമുക്ക്. ഇതൊക്കെ തുറന്നു പറയാൻ ആരാണ് ഇവിടെയുള്ളത്? അതുകൊണ്ട് ഒരു മുസ്ലിം വ്യക്തി എന്ന നിലക്ക്, മനുഷ്യത്വത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു സംഘടന എന്ന നിലക്ക്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിന്റെ യൂത്തും അതിന്റെ സ്റ്റുഡൻസും അതിന്റെ ഗേൾസ് വിങ്ങും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് എവിടെയൊക്കെ പ്രോഗ്രാമുകൾ ഉണ്ടോ അവിടെയൊക്കെ പറയുന്നു, മനുഷ്യരെ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആകാശത്തിന്റെ മേലാപ്പിലേക്ക് നമ്മൾ വാളോങ്ങുകയല്ല, ആയുധമേന്തി ഇറങ്ങുകയല്ല, ഏതെങ്കിലും അർത്ഥത്തിൽ മനുഷ്യർക്ക് നാശം വിതക്കുന്ന വാക്കുകളോ അവിവേകമായ സംസാരങ്ങളോ നടത്തുകയല്ല. മറിച്ച് ഞാനും നിങ്ങളും പ്രാർത്ഥന നടത്തേണ്ടതുണ്ട്. പ്രപഞ്ചത്തിന്റെ നാഥനായ, ലോകത്തിന്റെ റബ്ബായ, പലരും ചോദിക്കുന്നുണ്ട്, ആയിരക്കണക്കിന് കുട്ടികളെ കൊന്നു തീർത്തിട്ട് എന്തേ റബ്ബ് ഇടപെടാത്തത്? നിഷ്ഠൂരന്മാർക്ക് അല്ലാഹു നീട്ടിക്കൊടുക്കുകയാണ് പതിവ്. ഫിർഔനിന് അവസരം ധാരാളം കിട്ടിയില്ലേ? ഖാറൂന് ധാരാളം അവസരം കിട്ടിയില്ലേ? എന്നിട്ട് അന്നത്തെ കാലത്തെ മനുഷ്യരും ചോദിച്ചിട്ടുണ്ടാവില്ലേ, എന്തേ അന റബ്ബുക്കുമുൽ അഅ്ലാ, കൊട്ടാരങ്ങൾ പടുത്തുയർത്തിയിട്ട് അതിന്റെ മുകളിൽ കയറി നിന്നിട്ട് അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് ഈ പ്രപഞ്ചത്തിന്റെ റബ്ബ്, ഞാനാണ് അല്ലാഹ് എന്ന് പറഞ്ഞ ഫിർഔനിനെ അത് പറഞ്ഞ അതേ നിമിഷത്തിൽ അതേ ബിൽഡിങ്ങിന്റെ താഴേക്ക് തള്ളിയിട്ട് കൊന്നു തീർക്കാൻ അല്ലാഹുവിന് കഴിയില്ലേ? പിന്നെ എന്തേ പടച്ചവൻ അവസരം കൊടുത്തത്, നീട്ടിക്കൊടുത്തത്? എന്നിട്ടും മനസ്സിലാകുന്നില്ല. അതേ മാജിക്കുകളല്ല, നിങ്ങൾ ഒരുക്കുന്ന മാജിക് അല്ല. ഇതാ മൂസാ നബി തന്റെ കയ്യിലുള്ള വടി നിലത്തിട്ടപ്പോൾ നിങ്ങൾ ഇട്ടിരിക്കുന്ന കയറുകളും നിങ്ങൾ ഇട്ടിരിക്കുന്ന വടികളുമെല്ലാം സർപ്പങ്ങളായി തോന്നി ഇടഞ്ഞു വന്നപ്പോ, മജീഷ്യന്മാർ നടത്തിയ ഈ തന്ത്രം കണ്ടപ്പോ മൂസാ നബിയുടെ മനസ്സിൽ ഒരു ഖീഫത്ത്, ഒരു പേടിയുണ്ടായി എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അതേ സമയത്ത് അല്ലാഹു പറഞ്ഞു മൂസാ നബിയോട് വടി നിലത്തേക്കിടുമെന്ന്. നിലത്തേക്കിടാൻ പറഞ്ഞു, നിലത്തേക്കിട്ടു. സർവ്വ വടികളെയും സർവ്വ കയറുകളെയും മൂസാ നബിയുടെ വടി വലിയ സർപ്പമായി ഇടഞ്ഞു നീങ്ങി വിഴുങ്ങിക്കളയുന്നത് കണ്ടപ്പോ അവിടുത്തെ മജീഷ്യന്മാർക്ക് മനസ്സിലായി, ധിക്കാരിയായ ഫിർഔന് മനസ്സിലായില്ല, അഹങ്കാരിയായ ഫിർഔന് മനസ്സിലായില്ല. മജീഷ്യന്മാർക്ക് മനസ്സിലായി. അവർ സുജൂദിൽ വീണു. ഞങ്ങളിതാ മൂസാ നബിയുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ പ്രഖ്യാപിച്ചു. ഫിർഔനിന്റെ അഹങ്കാരം അവസാനിച്ചില്ല. ഫിർഔൻ പറഞ്ഞു, എന്റെ അനുവാദം കൂടാതെ നിങ്ങൾ, എന്റെ സമ്മതം കിട്ടാതെ നിങ്ങൾ വിശ്വസിക്കുകയാണോ? ഇവന്റെ സമ്മതം വേണം പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിൽ വിശ്വസിക്കാൻ. അഹങ്കാരത്തിന്റെ ഏറ്റവും ഉച്ചിയിൽ കയറി നിൽക്കുന്ന ധിക്കാരിയായ ഫിർഔൻ പറഞ്ഞു, ഈ വിശ്വസിച്ച ആളുകളെ പിടിച്ചണിയിപ്പിക്കുക, എന്നിട്ട് അവരുടെ വലത് കാല് വെട്ടുക, ഇടത് കൈ വെട്ടുക. ചില ആളുകളുടെ ഇടത് കാല് വെട്ടുക, വലത് കൈ വെട്ടുക. വിപരീതാർത്ഥത്തിൽ കൈയും കാലും വെട്ടി വിടാനാണ് ഫിർഔനിന്റെ ഓർഡർ ഉണ്ടായത്. കഴിഞ്ഞു, ചരിത്രം മുന്നോട്ട് പോയി. മൂസാ നബിയോട് കൊട്ടാരത്തിന്റെ മുറ്റത്തേക്ക് അങ്കണത്തിലേക്ക് കടന്നു ചെല്ലാൻ പറഞ്ഞു. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു ത്വഗ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ ഖാല റബ്ബനാ ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ അൻ യത്ഗ ഖാല ലാ തഖാഫാ ഇന്നനി മഅകൂമാ അസ്മഉ വ അറാ. പേടിക്കേണ്ട മൂസാ, പോയിക്കോ, ഹാറൂനിനെയും കൂട്ടിയിട്ട്. നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കല്ല. ഈ റാംസസ് രണ്ടാമൻ എന്നറിയപ്പെടുന്ന ഫിർഔൻ എന്ന് പറയുന്ന അഹങ്കാരിയുടെ കൊട്ടാരത്തിന്റെ അങ്കണത്തിലേക്ക് നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കല്ല പോകുന്നത്. ഞാനുണ്ട് കേൾക്കുന്നവനായി, ഞാനുണ്ട് കാണുന്നവനായി നിങ്ങളുടെ കൂടെ. ചെന്നിട്ട് പറയൂ, ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് പറയൂ, റബ്ബിന്റെ തൗഹീദിനെ കുറിച്ച് പറയൂ, വഹ്ദാനിയത്തിനെ കുറിച്ച് പറയൂ എന്ന് മൂസാ നബിയോട് അല്ലാഹു തആല പറഞ്ഞു. ചെന്നു നിന്ന് ഫിർഔനിന്റെ മുന്നിൽ ഫിർഔൻ ചോദിച്ചു, ആരാണോ നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബ്? ഖാല ഫമർ റബ്ബുകുമാ യാ മൂസാ? ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. മറുപടി കൊടുത്തു മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക മാത്രമല്ല, സൃഷ്ടിച്ചിട്ട് അതിന് മാർഗനിർദ്ദേശം നൽകിയവനാണ്. കോഴിക്കുഞ്ഞുങ്ങൾ എങ്ങനെ വിരിയണമെന്ന് തീരുമാനിച്ച റബ്ബ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു കോഴിക്കുഞ്ഞ് മുട്ടയിൽ നിന്ന് പുറത്തു വന്ന് തള്ളക്കോഴി ഉണ്ടാക്കുന്ന ശബ്ദം കേട്ടാൽ ചപ്പിലേക്ക്, ചവറിലേക്ക്, കല്ലിന്റെ മറവിലേക്ക്, അമ്മയുടെ ചിറകിനുള്ളിലേക്ക് ഒളിക്കണമെന്ന് മനസ്സിലാക്കി കൊടുത്ത റബ്ബ്. ആരാ കോച്ചിങ് കൊടുത്തത് എന്നതിന്റെ ഉത്തരം നിരീശ്വരവാദിയുടെ ഹൃദയത്തിൽ പോലും വരും. നായനാര് പറഞ്ഞതുപോലെ, എല്ലാം കേൾക്കുന്നവനായി മേലെ ഒരുത്തനുണ്ട് എന്ന് നായനാര് പോലും പറഞ്ഞില്ലേ? നിരീശ്വരത്വം പറഞ്ഞ ആളായിരുന്നു നായനാർ.
പക്ഷേ ആ നായനാര് പോലും പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളോട് മീഡിയകൾക്ക് മുമ്പിൽ വിശദീകരിക്കാനില്ല, ഞാൻ എന്റെ വാദം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ പറയാത്ത ഒന്ന് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എല്ലാം കേൾക്കുന്ന ഒരുത്തൻ മേലെയുണ്ട്. അതേ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. നിരീശ്വരവാദിയുടെ ഹൃദയം പോലും പറയും, അവന്റെ ചിന്ത പോലും പറയും. ഇന്നലെ ഇറങ്ങിയ കോഴിമുട്ടയിൽ നിന്ന് പുറത്തു വന്ന കോഴിക്കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഒരു ശബ്ദമുണ്ടാക്കുമ്പോ ഒളിച്ചിരിക്കുന്നു. അതേ തള്ളക്കോഴി വേറെ ശബ്ദമുണ്ടാക്കുമ്പോ ഒളിച്ചു നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വരുന്നു. ആദ്യം കേട്ട സൗണ്ട് അത് അപകടമാണ്, റെഡ് സിഗ്നലാണ് എന്ന് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആര് പറഞ്ഞു കൊടുത്തു എന്നതിന്റെ ഉത്തരം ഖുർആനിലുണ്ട്. രണ്ടാമത് കേട്ട സൗണ്ട് അത് ഗ്രീൻ സിഗ്നലാണ്, നിങ്ങൾക്ക് വരാം, നിങ്ങൾക്ക് പോകാമെന്ന അടയാളമാണ് എന്ന് മുട്ടയിൽ നിന്ന് പുറത്തു വന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആര് പറഞ്ഞു കൊടുത്തു എന്നതിന്റെ ഉത്തരം പരിശുദ്ധ ഖുർആനിലുണ്ട്. ആ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹ് കാണുന്നില്ലേ ഈ ലോകത്ത് നടക്കുന്ന സർവ്വ സംവിധാനങ്ങളും, സർവ്വ കോപ്രായങ്ങളും, സർവ്വ വൃത്തികേടുകളും, സർവ്വ അക്രമങ്ങളും, സർവ്വ ടെററിസവും, സർവ്വ തീവ്രവാദവും ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ കേൾക്കുന്നില്ലേ? മുസ്ലിമിന്റെ മറുപടിയിൽ അതേ റബ്ബ് കാണാത്ത ഒന്നുമില്ല, റബ്ബ് അറിയാത്ത ഒന്നുമില്ല, റബ്ബ് കേൾക്കാത്ത ഒന്നുമില്ല. പക്ഷെ നീട്ടിക്കൊടുത്തേക്കാമല്ല ധിക്കാരികൾക്ക്, അഹങ്കാരികൾക്ക്, ഞാനെന്ന ഭാവം നടിക്കുന്നവർക്ക്, അനാനിയത്തുള്ളവർക്ക്, ഞാനെന്ന അഹന്തയും ഹുങ്കും പൊങ്ങച്ചവും ഗർവും നടിക്കുന്നവർക്ക് ഒരുപക്ഷെ റബ്ബ് നീട്ടിക്കൊടുത്തേക്കാം. പക്ഷെ പര്യവസാനം മുസ്ലിമിന്റെ വിജയമാണ്. ഇന്ന് ഇവിടെ പറഞ്ഞില്ലേ ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാണ് എന്ന്. അത് അമേരിക്കയിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, ഏഷ്യൻ രാജ്യങ്ങളടങ്ങുന്ന ഇന്ത്യ അടക്കമുള്ള, പാകിസ്ഥാൻ അടക്കമുള്ള, ചൈന അടക്കമുള്ള, അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള, അറബ് രാജ്യങ്ങളടക്കമുള്ള, അതാണല്ലോ ഏഷ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ആ രാജ്യങ്ങളിലും തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആഫ്രിക്കൻ വനാന്തരങ്ങൾ ഉൾക്കൊള്ളുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളും തൊട്ടപ്പുറത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന 75%, മുക്കാൽ ഭാഗം എന്ന് പറയാവുന്ന വിധത്തിൽ വെള്ളവും സമുദ്രവുമായി നിൽക്കുന്ന ഈ ഭൂമി വെറും കേവലം പ്രിയപ്പെട്ടവരെ ഒരു കാൽ ഭാഗമാണ് ഈ ഭൂമിയിൽ കരഭൂമിയുള്ളത് എന്ന് അവകാശപ്പെടുന്ന ശാസ്ത്രമില്ലേ? ഇതെല്ലാം ഒന്നിച്ചു കൂട്ടിയടിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ഏതുപോലെ ഓർത്തിരമ്പി കടന്നു വന്ന തിരമാലകൾ, സുനാമിയുടെ തിരമാലകൾ 1526 കിലോമീറ്റർ വേഗതയിൽ മറീന ബീച്ചിൽ അർദ്ധനഗ്നകളും പൂർണ്ണനഗ്നകളുമായി ഉലാത്തുകയും ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്ത ഒരു സമൂഹത്തെ പിടിച്ചുകുലുക്കി വെള്ളം കുടിപ്പിച്ച് ആയിരക്കണക്കിന് മനുഷ്യരുടെ ശവശരീരങ്ങളെ, പ്രിയപ്പെട്ടവരെ, മറീന ബീച്ചിൽ പൊന്തിക്കിടന്നത് ഞാനും നിങ്ങളും മറന്നുപോയോ? എന്റെയും നിങ്ങളുടെയും മൂക്കും എന്റെയും നിങ്ങളുടെയും ചുണ്ടുമൊക്കെ മൂടിക്കെട്ടിച്ച മാസ്ക് സംവിധാനങ്ങൾ ഒരു കൊറോണ വൈറസിലൂടെ, അല്ലേ, ഒരു COVID-19 എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരൊറ്റ സംഭവത്തിലൂടെ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ചുണ്ടും മൂക്കും മൂട്ടിക്കെട്ടിച്ച ഒരു നിസ്സാരമായ വൈറസിനെ ഞാനും നിങ്ങളും മറന്നുപോയോ? പ്രപഞ്ചത്തിന്റെ നാഥനായ, ലോകത്തിന്റെ രക്ഷിതാവായ, അണ്ഡകടാഹങ്ങളുടെ അധിപനായ, വിരാട് പുരുഷനായ, ഹിരണ്യഗർഭനായ, ദൈവം തമ്പുരാനായ ഈശ്വരൻ എന്ന് നിങ്ങൾ പേരിട്ട് വിളിക്കുന്ന അല്ലാഹ് എന്ന സാക്ഷാൽ ആരാധന അർത്ഥത്തിൽ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഏകനായ പ്രപഞ്ചത്തിന്റെ നാഥനിത് കാണാതെ പോകുന്നില്ല. ഇന്ന് ആരാണോ ഭൂരിപക്ഷമുള്ളത്, ക്രിസ്ത്യാനിറ്റി ആണെങ്കിൽ, ലോകത്തെ മുസ്ലിങ്ങൾ ഒന്നാം സംഖ്യയാവാതെ ലോകം അവസാനിക്കില്ല എന്ന് ഇസ്ലാമിന്റെ പ്രമാണം പറയുകയാണ്. ഇസ്ലാമോഫോബിയ, ഇസ്ലാം ഭീകരതയാണ്, പേടിയാണ്. എന്ത് കണ്ടാലും പേടി. മുസ്ലിമിന്റെ താടി കണ്ടാ പേടി, സന്യാസിയുടെ താടി കണ്ട പേടിയില്ല. മുസ്ലിം പെണ്ണിന്റെ പർദ്ദ കണ്ടാൽ, മഫ്ത കണ്ടാൽ പേടി. കന്യാസ്ത്രീയുടെ വേഷവും തട്ടവും കണ്ടാൽ അത് വെള്ളരിപ്രാവുകളെ. ഞാൻ അവരെ കുറ്റപ്പെടുത്താനല്ല, ഇത് മീഡിയ ഉണ്ടാക്കി വെക്കുന്ന ഒരു ഇസ്ലാമോഫോബിയയാണ്. ഒരു 4 പ്രതികളെ പിടിച്ചാൽ ഒരു പ്രതിക്ക് താടിയുള്ളുവെങ്കിൽ ഇമ്പോർട്ടന്റ് ആയ വാർത്ത കാണിക്കുമ്പോ, പ്രധാന വാർത്ത കാണിക്കുമ്പോ ആ താടിയുള്ളവനെ കാണിക്കാൻ ചാനലുകളും മാധ്യമങ്ങളും കാണിക്കുന്ന ഒരു ഇസ്ലാമോഫോബിയ ഇവിടെ ലോകത്തുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവ് എന്തിനെന്നറിയുമോ? നമ്മൾ സടകുടഞ്ഞെഴുന്നേൽക്കേണ്ടതുണ്ട്. എന്തിന്? യഥാർത്ഥ മുസ്ലിം ആരാണ് എന്ന് ഇവിടുത്തെ മനുഷ്യർക്ക് മുമ്പിൽ എഴുന്നേറ്റ് പറയാൻ, ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ, പ്രാക്ടിക്കൽ തലങ്ങളിലൂടെ കാണിച്ചു കൊടുക്കാൻ. വർഗീയതയില്ലാത്ത, വിദ്വേഷങ്ങളില്ലാത്ത, തൊണ്ട് അയൽവാസി കൊന്നുകളയാൻ ആഗ്രഹിച്ച ജൂതന്റെ കുടുംബമായിട്ട് പോലും ആ ജൂത കുടുംബത്തിലേക്ക് കറി ഉണ്ടാക്കുമ്പോ അതിലൽപ്പം വെള്ളം കൂട്ടിക്കലർത്തി, ആദ്യം തന്നെ കറിയിൽ അല്പം വെള്ളം ചേർത്ത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി ജൂതന്റെ കുടുംബത്തിലേക്ക് കൊടുത്തയക്കണേ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യ പിൻപറ്റുന്നവരാണ് മുസ്ലിങ്ങള്. അറിയോ നിങ്ങൾക്ക്? ഒരു പക്ഷിയുടെ കുഞ്ഞിനെ മുത്തുനബിയുടെ മുന്നിലേക്ക് കൊണ്ടുപോയി കൊടുത്തപ്പോ നബിയേ, വല്ലാത്ത
വല്ലാത്ത ചിറകുള്ളൊരു പക്ഷിക്കുഞ്ഞാണിത്, എന്തൊരു ഭംഗിയാണ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോ നബിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിച്ചിട്ട് പറഞ്ഞു, അതിന്റെ തള്ളപ്പക്ഷി വേദനിക്കുന്നുണ്ടാകും, കൊണ്ടുപോയി തിരിച്ചു കൊടുക്ക് ആ പക്ഷിക്കുഞ്ഞിനെ തള്ളപ്പക്ഷിക്ക് എന്ന്, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് കരഞ്ഞുപോയ ആർദ്രതയുടെ അനുഭൂതിയുടെ വല്ലാത്ത സ്നേഹത്തിന്റെ വല്ലാത്ത ഹൃദയം നിറഞ്ഞു നിൽക്കുന്ന സഹാനുഭൂതിയുടെ നിറകുടമായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ. ആ പ്രവാചകന്റെ അനുയായികൾക്ക് ടെററിസം ഒരിക്കലും സ്വീകരിക്കാൻ കഴിയില്ല, തീവ്രവാദം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഉദിനലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു എന്ന ആയത്ത് ഖുർആനിൽ ഇറങ്ങുന്നത് എപ്പോഴാണെന്നറിയോ? മക്കയിലേറെ ശത്രുത സഹിച്ച് തൊടുത്തുവിട്ട അമ്പുകൾ ശരീരത്തിൽ തറച്ചു നിന്നിട്ടും വേദനിപ്പിച്ചിട്ടും കയറുകൾ കാലിൽ കയറിട്ട് കളിക്കാൻ കുട്ടികൾക്ക് കൊടുത്തിട്ടും മരുഭൂമിയിൽ മലർത്തി കിടത്തിയിട്ടും ഖബാബിന്റെ ശരീരത്തിൽ നിന്ന് മാംസം ഇങ്ങനെ ഉരുകി ഒലിച്ചിട്ടും 3 എല്ലുകൾ ഇങ്ങനെ കണ്ട് മാംസം ഉരുകി ഒലിച്ചിട്ടും അള്ളാഹുവിന്റെ പ്രവാചകരെ മതാ നസ്റുല്ലാഹ്, എപ്പോഴാണ് റബ്ബിന്റെ സഹായമെന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത മറുപടി, ക്ഷമിക്കണേ, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അതേ റബ്ബിന്റെ സഹായം അടുത്തുണ്ടാകുമെന്ന് പറഞ്ഞ് അക്രമത്തിലേക്ക് പോകാതെ ക്ഷമിക്കാൻ പറഞ്ഞ മുത്തുനബിയുടെ മാതൃക, അതാ മുസ്ലിമിന്റെ മാതൃക, അതാ ഇസ്ലാമിന്റെ മാതൃക. ഞാൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞെന്നറിയോ? ഈ ലാസ്റ്റ് നടന്ന കളമശ്ശേരി പോലും ഒരു മുസ്ലിം പ്രതിയെ കിട്ടാൻ വേണ്ടി തെരച്ചിൽ നടത്തിയവർ രാഹുൽ ഈശ്വർ എന്ന് പറയുന്നവൻ, അദ്ദേഹം ചാനൽ വന്ന് പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനല്ല ഇത് പറയുന്നത്. അദ്ദേഹം ചാനലിന്റെ ചർച്ച തുടങ്ങുമ്പോൾ പറഞ്ഞത്, സോറി, ഐ ആം വെരി സോറി, ഞാൻ നിങ്ങളോട് ക്ഷമ പറയുകയാണ്. ചാനലിന്റെ അവതാരകനോട് പറയാ, ഞാൻ ഈ ക്രിസ്ത്യാനിറ്റിയുടെ പിന്നെ എന്താ പറയാ, കളമശ്ശേരിയിൽ നടന്ന ഈ ബോംബാക്രമണം നടന്നപ്പോ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരുന്നു അതൊരു മുസ്ലിമായിരിക്കുമെന്ന്. അതല്ല എന്നറിഞ്ഞപ്പോ എന്റെ മനസ്സിലുണ്ടായ തെറ്റിദ്ധാരണക്ക് ഞാൻ സോറി പറയുന്നു എന്നതാണ്. എന്തേ അങ്ങനെ ഒരക്രമം നടക്കുമ്പോഴേക്ക് അത് മുസ്ലിമാണ് എന്ന് വരുത്തി തീർക്കാവുന്ന വിധത്തിലേക്ക് ഇവിടുത്തെ ചില മാഫിയ സംഘങ്ങൾ ബോധപൂർവം പണിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ബോധമുണ്ടാകണം. ഇസ്ലാമിന്റെ അടയാളം ഏതോ 1-2 ആളുകൾക്ക് വെക്കാനുള്ളതല്ല. മുത്തുനബിക്ക് താടിയില്ലേ? സഹാബത്തിന് താടിയില്ലേ? താടിയില്ലാത്ത ഒറ്റ സഹാബിയുടെ ജന്മനാ അങ്ങനെ ജീവിച്ച് വലുതായി പിന്നെ പടച്ചവൻ കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടോന്നറിയില്ല. താടിയില്ലാത്ത ഒറ്റ സഹാബിയുടെ പേര് ചരിത്രത്തിൽ നിന്ന് ആർക്കെങ്കിലും പറയാനാകുമോ? എന്നാൽ വഴിക്കടവിൽ, ഇടക്കരയിലും, ചുങ്കത്രയിലും, നിലമ്പൂരിൽ, മമ്പാടിൽ, ഇടവണ്ണയിൽ, മഞ്ചേരിയിൽ, കോഴിക്കോട്, അങ്ങ് കാസർഗോഡ്, തിരുവനന്തപുരം വരെ നോക്കുന്ന കേരളത്തിലെ മുസ്ലിങ്ങളിൽ എത്ര വലിയ ശതമാനമാണ് താടി വെക്കാത്തവർ? താടി വെച്ചവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോ, മുസ്ലിമേ, ഞാനും കൂടിക്കൊടുക്കുകയാണോ? നിങ്ങളും കൂടിക്കൊടുക്കുകയാണോ? ഈ ഇസ്ലാമോഫോബിയയുടെ കൂടെ നിങ്ങളും ശ്രമം നടത്തുകയാണോ? അല്ല. അള്ളാന്റെ റസൂല് പറഞ്ഞതാ, സിഖുകാരന് താടിയില്ലേ? സിഖുകാരന് തലയിൽ കെട്ടില്ലേ? ഉണ്ട്. അവൻ ഇവിടുത്തെ പ്രധാനമന്ത്രിയാണെങ്കിലും താടി കളയാൻ റെഡിയല്ല. സിഖുകാരൻ ക്രിക്കറ്റ് പ്ലെയർ ആയാൽ താടി കളയാൻ റെഡിയല്ല. മുസ്ലിം അള്ളാന്റെ റസൂല് പറഞ്ഞതാ, നിങ്ങൾ താടി വെക്കണമെന്ന്. വെച്ചവർ മാത്രം ഒരു കൊച്ചു വിഭാഗമായി മാറുന്നത് എങ്ങനെ? അള്ളാന്റെ റസൂലിന്റെ കൽപ്പന നമ്മൾ കേൾക്കാതെ പോയതാണോ? നെരിയാണിക്ക് മേലെ വസ്ത്രം ഉടുക്കണമെന്നത് മുസ്ലിമിനോട് അള്ളാന്റെ റസൂല് പറഞ്ഞതല്ലേ? അതിൽ സുന്നി മുജാഹിദും ജമാഅത്തും തബ്ലീഗും വ്യത്യാസമുണ്ടോ? ഇല്ല. എല്ലാ മുസ്ലിമും നെരിയാണിക്ക് മേലെ വസ്ത്രം ഉടുക്കണമെന്നത് ഇസ്ലാമിന്റെ പൊതു ആമായ നിയമമല്ലേ? എന്തേ ചില ആളുകൾ അത് അംഗീകരിക്കുന്നു, ചില ആളുകൾ അത് തള്ളിക്കളയുന്നു. അങ്ങനെയാണോ വേണ്ടത്? ഒരു നിസ്സാരമായ കാര്യത്തെ പർവ്വതീകരിക്കാനല്ല. പിന്നെന്തിനാ ഞാനത് പറഞ്ഞത്? മുസ്ലിമിന്റെ ചിന്ത മാറേണ്ടതുണ്ട്. തനിക്ക് ബ്രിട്ടീഷ് കമ്പനിയിൽ, അമേരിക്കൻ കമ്പനിയിൽ, യൂറോപ്യൻ കമ്പനിയിൽ ജോലി കിട്ടുമ്പോ താടി ക്ലീൻ ഷേവ് ചെയ്യണമെന്ന് പറയുമ്പോ 2 മിനിറ്റ് സമയം ചോദിച്ച്, അരമണിക്കൂർ സമയം ചോദിച്ച് അതെല്ലാം കളഞ്ഞ് അവന്റെ മുമ്പിൽ ക്ലീൻ ഷേവായി ചെന്നിരിക്കാൻ മുസ്ലിം റെഡിയാകുമ്പോ സിഖുകാരനോട് പറ, നിന്റെ താടി കളയണം, കെട്ടുമാറ്റണമെന്ന്. പാസ്പോർട്ട് കണ്ട നിന്റെ ജോലി വേണ്ട എന്ന് പറയാൻ അവന്റെ പാരമ്പര്യം അവന്റെ മനസ്സിന് പ്രേരിതമാകുകയാണ്, പ്രേരണ കൊടുക്കുകയാണ്. മുസ്ലിമിന്റെ ഇസ്സത്ത് മനസ്സിലായിട്ടില്ല.
മനസ്സിലായിട്ടില്ല, മുസ്ലിമിന്റെ മതം മനസ്സിലായിട്ടില്ല, ഏകദൈവാരാധനയെ കുറിച്ച് മനസ്സിലായിട്ടില്ല. എത്ര സുഖമാണ് മുസ്ലിമായി ജീവിക്കാൻ, ഒന്നും പേടിക്കാനില്ല, ഒന്നും ഭയപ്പെടാനില്ല. കാരണം എല്ലാം തന്നത് എന്റെ റബ്ബാണ്. നിസ്കാരം കഴിഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളും പറയുന്നത് എന്താ? അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. അല്ലാഹുവേ, നീ നൽകിയ ഒന്നിനെ തടയാനോ നീ തടയാത്ത ഒന്നിനെ തരാനോ ലോകത്താരുമില്ല റബ്ബേ. എന്റെ കുട്ടിക്ക് ബുദ്ധിക്ക് വൈകല്യമുണ്ടാക്കിയിട്ട് അല്ലാഹുവാണ്, പരീക്ഷണമാണ്. എന്റെ ഉമ്മ തളർന്നു കിടക്കുന്നത് റബ്ബിന്റെ പരീക്ഷണമാണ്. എന്റെ ഒരു കുട്ടിക്ക് വൈകല്യം ഹാൻഡിക്യാപ്ഡ് ആയത് റബ്ബിന്റെ പരീക്ഷണമാണ്. ഈ കുട്ടി ഓട്ടിസം ബാധിച്ചവനായത്, ഇയാൾ മെന്റലി റിട്ടാർഡഡ് ആയത്, ഈ കുട്ടി ബധിരനായത്, ഈ കുട്ടി മൂകയായത്, കണ്ണ് കാണാത്ത ആളായത് റബ്ബിന്റെ പരീക്ഷണമാണ്. റബ്ബേ, ഞാൻ പല കച്ചവടവും തുടങ്ങി നോക്കി, ഒന്നും വിജയിച്ചിട്ടില്ല. അയാൾ ഒന്നോ രണ്ടോ കച്ചവടം ചെയ്തു, ഒന്നിൽ നിന്ന് 2ലേക്ക് 3ലേക്ക് 4ലേക്ക് കോടീശ്വരനായി മാറി. ഇതേ നിങ്ങൾ ചിന്തിക്കണേ, ആലോചിക്കണേ. പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിനോട് 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞിട്ട് മുസൽമാൻ പറയാണ്, അല്ലാഹുമ്മ, അല്ലാഹുവേ, لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد. അല്ലാഹുവേ, നീ തരാത്ത ഒന്നിനെ വാങ്ങാനോ വാങ്ങിത്തരാനോ നീ തരുന്ന ഒന്നിനെ തടയാനോ ആരുമില്ല റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നവനാണ് മുസ്ലിം. അതുകൊണ്ട് വടിക്കടവിലെ ഈ ഫാമിലി കോൺഫറൻസ് നിലമ്പൂരിൽ നവംബർ ഈ മാസം 12-ാം തീയതി 4 ദിവസം കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന ഫാമിലി കോൺഫറൻസ് എന്ന ആ സമ്മേളനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാനാണ് സത്യത്തിൽ ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ പ്രചാരണാർത്ഥമാണ് വടിക്കടവിന്റെ ഈ ഹൃദയഭാഗത്ത് ഇങ്ങനെ ഒരു ചെറിയ പന്തലൊരുക്കി മഴയെ മുൻകൂട്ടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, സാഹചര്യങ്ങൾ അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി ഇവിടെ ഒരു കൊച്ചു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ മക്കൾ ഇറങ്ങിപ്പോവുകയാണ്. ആരുടെ കൂടെ? അതിൽ ജാതിയും അതൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. വാപ്പയെ വിട്ട് ഉമ്മയെ വിട്ട് കോടതിയുടെ വരാന്തയിൽ വന്ന് നിന്നിട്ട് കരഞ്ഞു ചോദിച്ചു, ഉമ്മ, മോളെ, ഞാൻ നിന്നെ നൊന്ത് പ്രസവിച്ചതല്ലേ മോളെ, നിന്നെ പ്രസവിക്കുന്ന കാലത്ത് മോളെ, ഇപ്പൊ നീ വലുതായ ഈ സൗകര്യം നമ്മുടെ വീട്ടിലില്ല. ഓലമേഞ്ഞ വീട്, ഓടിട്ട വീട്, വാപ്പ കഷ്ടപ്പെട്ട് കൂലിപ്പണിയെടുത്ത് നിന്നെ വീട്ടിലേക്ക് കാണാൻ വരുന്ന സമയമുണ്ട് മോളെ. നീ ഉറങ്ങി എന്നറിയുമ്പോ നിന്റെ കാൽമുട്ടിലും നിന്റെ വയറ്റത്തും നിന്റെ നെറ്റിത്തടത്തിലും ഉമ്മ വെച്ചിട്ട് മോളെ, ആ വാപ്പ കിടന്നുറങ്ങാൻ പോകുന്ന ഒരു രംഗമുണ്ട്. ആ വാപ്പ 18 വയസ്സ് തികഞ്ഞ മോളെ കോടതിയിൽ വെച്ച് വിളിച്ചു. ആ വിളിയുടെ പേരൊന്നും ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല. മോളെ വീട്ടിൽ വിളിക്കുന്ന പേര് വിളിച്ചു. തിരിഞ്ഞു നോക്കിയോ മോള്? തിരിഞ്ഞു നോക്കിയോ? അല്ല ഖുർആനിൽ പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങൾ ഏകനായ റബ്ബിനെ ആരാധിക്കണേ, അല്ലാഹനെ ആരാധിക്കണേ, അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. വബിൽ വലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ. നമ്മുടെ ഉമ്മയെ ധിക്കരിക്കല്ലേ, നമ്മുടെ വാപ്പയെ ധിക്കരിക്കല്ലേ, അച്ഛനെ ധിക്കരിക്കല്ലേ, അമ്മയെ ധിക്കരിക്കല്ലേ. ആ കോടതിയുടെ വരാന്തയിൽ ജഡ്ജി പോലും ഉമ്മയുടെ തേങ്ങി കരച്ചിൽ കണ്ടിട്ട്, വാപ്പയുടെ വിതുമ്പല് കണ്ടിട്ട്, ഉപ്പ കണ്ണുനീര് തുടക്കുന്നത് കണ്ടിട്ട്, ഉമ്മയുടെ ചുണ്ടുകൾ വിറക്കുന്നത് കണ്ടിട്ട് കോടതിയിലെ ജഡ്ജി പോലും പറഞ്ഞു, മോളെ, ഒരു 15 days, വെറും ഒരു ഇത്ര ദിവസം നീ ഒന്ന് 15 ദിവസം 20 ദിവസം പല പല കേസുകളുണ്ട്, ഒന്ന് പോയി ഉമ്മാന്റെ കൂടെ വാപ്പാന്റെ കൂടെ നിൽക്കുമോളെ. നിന്റെ മനമാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ കാമുകന്റെ കൂടെ കോടതി നിന്നെ പറഞ്ഞേക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞപ്പോ ആ മോള് വാപ്പാന്റെ നേരെ നോക്കിയില്ല, ഉമ്മാന്റെ നേരെ നോക്കിയില്ല. കാമുകന്റെ കൈപിടിച്ച് കോടതി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോ വാപ്പ വിളിച്ചു വീട്ടിൽ വിളിക്കുന്ന പേര് ഇല്ല, തിരിഞ്ഞു നോക്കാൻ തയ്യാറായില്ല. 18 കൊല്ലക്കാലം പോറ്റി വളർത്തിയ ആ വാപ്പയെ ഉമ്മയെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാവാത്ത കടുത്ത ഹൃദയത്തിന്റെ ഉടമകളായി പുതുതലമുറയിലെ ഈ പെൺകുട്ടികൾ എങ്ങനെ മാറി? അച്ഛന്റെ നൊമ്പരങ്ങൾ കണ്ടിട്ടും ഉമ്മയുടെ വേദന കണ്ടിട്ടും ചുണ്ടുകൾ വിതുമ്പുന്നത് കണ്ടിട്ടും കണ്ണുനീര് കുടുകുടാ ഒലിച്ചിറങ്ങുന്നത് കണ്ടിട്ടും വേദനിക്കാത്ത കരിമ്പാറ പോലെ ഉറച്ച ഹൃദയത്തിന്റെ ഉടമകളായി പുതിയ തലമുറ എങ്ങനെ മാറി എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഒരൊറ്റ കാര്യം ഞാൻ തുറന്നു പറയുകയാണ്. ഇവിടെ വിദ്യാർത്ഥി സംഘടനകൾ ഒരുപാടുണ്ട്, ഒരുപാട് യുവ പ്രസ്ഥാനങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ മക്കളെ നിരീശ്വരത്വത്തിലേക്കും താന്തോന്നിത്വത്തിലേക്കും ഇഷ്ടത്തിലേക്കും സ്വന്തം ഇഷ്ടത്തിലേക്കും സ്വാർത്ഥ താല്പര്യങ്ങളിലേക്കും ക്ഷണിക്കാൻ പലരുമുണ്ട്. ആരുടെയും പേര് ഞാൻ പരാമർശിക്കുന്നില്ല. അവിടെ കോളേജിന്റെ ക്യാമ്പസിലേക്ക് കയറി ചെല്ലുമ്പോൾ ആണിന്റെയും പെണ്ണിന്റെയും
ഫോട്ടോ കാർട്ടൂൺ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഇടയിൽ ഒരു മതിലിന്റെ ഫോട്ടോ കൊടുത്തിട്ട് ചില സംഘടനകൾ ചോദിക്കുന്നുണ്ട്, മോനെ ആരാ നമുക്കിടയിൽ മതിൽ കെട്ട് സൃഷ്ടിച്ചത് എന്ന്. ഈ പെൺകുട്ടി +2 കഴിഞ്ഞ് കോളേജിലേക്ക് ചെല്ലുമ്പോ കാണുന്ന ബാനർ എന്താണെന്നറിയോ? ഞാൻ കോളേജിന്റെ വിശാലമായ മൈതാനത്തേക്ക്, ക്യാമ്പസിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കിടയിൽ ആരോ മതിൽക്കെട്ട് സൃഷ്ടിക്കുന്നുണ്ട്. എനിക്ക് അവനെ ഇഷ്ടമാണ്, അവൻ എന്നെ ഇഷ്ടമാണ്. എന്റെ വാപ്പയാണ് തടസ്സം, എന്റെ ഉമ്മയാണ് തടസ്സം, എന്റെ സഹോദരനാണ് തടസ്സം, എന്റെ മതമാണ് തടസ്സം. അപ്പൊ ചോദിക്കുകയാണ് ചില ആളുകൾ, ആരാണ് നമുക്കിടയിൽ മതിൽക്കെട്ട് സൃഷ്ടിക്കുന്നത്? ഈ മതിൽക്കെട്ടുകളെ തകർത്തെറിഞ്ഞ് നമുക്കൊന്നിക്കാം, നമുക്ക് ലയിച്ചു ചേരാമെന്ന ഈ പ്രസ്താവന കാണുമ്പോ ആരാണ് പുതിയ തലമുറയെ പഠിപ്പിച്ചു കളയുന്നത്? ആരാ? മലപ്പുറം എന്ന് പറയുന്ന ഈ ജില്ലയുടെ, മലപ്പുറം എന്ന് പറയുന്ന അങ്ങാടിയുടെ കുന്നുംപുറത്ത് 18, 19, 20 വയസ്സുള്ള പെൺകുട്ടികളെ, കോളേജ് മക്കളെ കൊണ്ടുവന്നിട്ട് തലയിലെ ഷാൾ അണിയിപ്പിച്ചിട്ട് അയച്ചു മാറ്റിയിട്ട് അവർ ചുരിദാറിന്റെ മേലെ ഷാള് കെട്ടിയിട്ട് എല്ലാവരും കൂടി നിൽക്കുന്ന മലപ്പുറത്തിന്റെ കുന്നുമ്മലിൽ ഡാൻസ് കളിച്ചു മുസ്ലിം പെൺകുട്ടികള്. ഇത് മുസ്ലിങ്ങളോടുള്ള പകരം വീട്ടലാണ്. ആരാ ഡാൻസ് കളിക്കുന്നത്? ക്രിസ്ത്യാനികളല്ല. ആരാ ഡാൻസ് കളിക്കുന്നത്? ഹൈന്ദവരല്ല. ആരാ ഡാൻസ് കളിക്കുന്നത്? 8ലും 9ലും വരെ മദ്രസയിൽ പഠിച്ച, സമസ്തയുടെയോ അല്ലാത്തതിന്റെയോ മദ്രസയിൽ പഠിച്ചു വന്ന പെൺകുട്ടികളെ കൊണ്ട് അവരണിഞ്ഞ തട്ടമടിപ്പിച്ച് ഊരയിൽ കെട്ടിയിട്ട് ഡാൻസ് കളിപ്പിച്ചതിന്റെ പിന്നിലെ കറുത്ത കൈകളാരാ? അവരെ തിരിച്ചറിയാൻ പറ്റുമോ നിങ്ങൾക്ക്? അവരെ തിരിച്ചറിയാൻ പറ്റുമോ? നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ മക്കളായി നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ പോരാ. മക്കളെ മക്കളായി, നമ്മുടെ സ്വന്തം മക്കളായി നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കണമെങ്കിൽ മതബോധം ഉണ്ടാകണം. അതിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു ടീമുണ്ട്. ആരാന്നറിയോ നിങ്ങൾ? അവരുടെ പേരാ ലിബറൽ വാദികൾ എന്ന്. ഇവിടെ സ്വാഗത ഭാഷണത്തിൽ എന്റെ സഹോദരൻ നിയാസ് സ്വലാഹി പറഞ്ഞു, ഇവിടുത്തെ എടക്കര മേഖലയുടെ മണ്ഡലത്തിന്റെ യൂത്തിന്റെ സാരഥിയായ അതെ ഇവിടുത്തെ നേതാവായ നിയാസ് സ്വലാഹി പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? എന്താ ആ വാക്ക് ഞാൻ ആവർത്തിക്കുമ്പോ ആവർത്തന വിരസത ഉണ്ടാകാതിരിക്കാനാണ്. നമ്മുടെ മക്കളെ ഈ ലിബറൽ വാദത്തിലേക്ക് ക്ഷണിക്കുന്നവർ കോഴിക്കോട് വെളിപ്പാട് അകലെ എന്ന് പറയാവുന്ന വെറും 90 കിലോമീറ്റർ 95 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന കോഴിക്കോട് ടൗണിൽ ലിബറൽ വാദികൾ പ്രസംഗിച്ചത്, നിങ്ങൾക്ക് നിങ്ങളുടെ മകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. എന്നിട്ട് ലിബറൽ വാദികളെ കുറിച്ച് കേരളത്തിലെ മനുഷ്യർ പറയാണ്, അവർക്ക് എന്താ തെറ്റ്? അവർ ഫ്രീഡം വേണമെന്ന് പറയുന്ന, സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നവരല്ലേ? അവരെല്ലാറ്റിലും കെട്ടിക്കുടുക്കുകൾ അയച്ചു വെക്കണമെന്ന് പറയുന്നവരല്ലേ? മതത്തിന്റെ ഈ പർദ്ദയുടെ കെട്ട് മാറ്റണമെന്ന് മാത്രമല്ലേ അവർ പറഞ്ഞിട്ടുള്ളൂ? ചാക്കിലിറക്കി വെച്ചതുപോലെ സൗന്ദര്യമുള്ള മുസ്ലിം പെൺകുട്ടികളെ പർദ്ദക്കുള്ളിൽ ഇറക്കിയതിനെയല്ലേ അവർ കുറ്റം പറഞ്ഞിട്ടുള്ളൂ? അല്ല, ഉമ്മയുമായും പെങ്ങളുമായും പോരാ മകളുമായും നിങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, പക്ഷെ കുട്ടികൾ ഉണ്ടാകരുത് എന്ന നിബന്ധനയെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണമെന്ന് പറയുന്ന ഈ ലിബറൽ വാദികളാണോ വടിക്കടവിന്റെയും ഇടക്കരയുടെയും ഉൾഗ്രാമങ്ങളുടെയും കാരക്കോടിന്റെയും മാമാങ്കരന്റെയും ഈ ആനമറയുടെയും ഒക്കെ പരിസര പ്രദേശത്ത് കിടക്കുന്ന പാവപ്പെട്ട നിഷ്കളങ്കരായ ഈ കുട്ടികളെ രക്ഷിക്കാനുള്ള ടീം ഈ ലിബറൽ വാദികളാണോ? ഇവിടുത്തെ ലിബറലിസ്റ്റുകൾ എന്ന് പറയുന്നവരാണോ? ഇത് മാത്രമൊന്നുമല്ല അവരുടെ വാദം. അവിടേക്കൊന്നും കടക്കാൻ സമയമില്ല. അവർ നമ്മുടെ മക്കളെ മാടി വിളിക്കുന്നുണ്ട് ക്യാമ്പസിലേക്ക്, അവർ വിളിക്കുന്നു മാർക്കറ്റിലേക്ക്, അവർ വിളിക്കുന്നു ചന്തയിലേക്ക്, അവർ വിളിക്കുന്നു ടൂറിസത്തിലേക്ക്, അവർ വിളിക്കുന്നു നഗ്നത സമൂഹത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് അവരെ തടയിടാൻ നിരീശ്വരത്വത്തിലേക്ക് മുസ്ലിം കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ചെറിയ ചെറിയ ചോദ്യങ്ങളിലൂടെ, പിന്നീട് വലിയ വലിയ ചോദ്യങ്ങളിലൂടെ നിരീശ്വരത്വത്തിന്റെ ആളുകളായി മുസ്ലിം പെൺകുട്ടികൾ വരെ മാറിക്കൊണ്ടിരിക്കുന്നു. ആമിനയും നൂറയും ഒക്കെ കല്യാണം കഴിക്കുകയാണ്. എങ്ങനെ? ആമിനയും മുഹമ്മദും തമ്മിൽ നടക്കേണ്ട കല്യാണം, കൃഷ്ണനും ആമിനയും തമ്മിൽ നടക്കേണ്ട കല്യാണം, ജെസ്സിയും ജോസഫും തമ്മിൽ നടക്കേണ്ട കല്യാണം, ജെസ്സിയും വത്സലയും തമ്മിൽ നടക്കുകയാണ്, ആമിനയും നൂറയും തമ്മിൽ നടക്കുകയാണ്. എന്നിട്ട് ചാനലിൽ വന്ന് നിന്നുകൊണ്ട് മഫ്തയണിഞ്ഞ ഓപ്പൺ ചുരിദാറുമല്ലാത്ത ചുരിദാറിട്ട്, ഓപ്പണായ ചുരിദാർ പോലുമല്ല, സാധാരണ നല്ല രൂപത്തിലുള്ള ചുരിദാറിട്ട് മഫ്തയിട്ട്
മുസ്ലിം പെൺകുട്ടികൾ ചോദിക്കുകയാണ്, ഞാനൊരു പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ചാൽ ആകാശം അങ്ങ് ഇടിഞ്ഞു വീടുമോ? ആകാശം ഇടിഞ്ഞു വീടുമോ? ചരിത്രത്തിന്റെ പേജുകൾ പിറകിലേക്ക് മറിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന അല്ലാഹു തആലയുടെ പ്രവാചകനുണ്ടല്ലോ, ആ പ്രവാചകന്റെ ഉമ്മത്തിനെ പടച്ചവൻ ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്തത്, ഉന്മൂലനം ചെയ്തത് എന്തിന് എന്നറിയുമോ നിങ്ങൾക്ക്? അവിടെ പുരുഷന്മാർ പറഞ്ഞത്, ഞങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിന് പെണ്ണിനെ വേണ്ട, ആണിനെ തന്നെ മതി എന്ന് പറഞ്ഞ പല നാട്ടിലുമുണ്ട് അങ്ങനെ. ചില പ്രായമുള്ള ആളുകള് ആൺകുട്ടികളെയാണ് അവർക്ക് ആവശ്യം, ഭാര്യ അവർക്ക് ആവശ്യമില്ല. ഈ ഏർപ്പാട് തുടങ്ങുകയും മലക്കുകൾക്ക് നേരെ വരെ പോലും ആ അതിക്രമത്തിന് തയ്യാറാവുകയും ചെയ്ത ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹ് അവർ ജീവിക്കുന്ന ഭൂമിയുണ്ടല്ലോ, അവർ വളരുന്ന നാടുണ്ടല്ലോ, അവർ വസിക്കുന്ന അവരുടെ വീടുകളുണ്ടല്ലോ, അവരുടെ കൃഷിയിടങ്ങളുണ്ടല്ലോ, അവിടെ നാക്കാലികളുണ്ടല്ലോ, സർവ്വതനെയും കൂട്ടിപ്പിടിച്ച് ആ ഭൂമി അങ്ങ് പൊന്തിച്ച് തലകീന്മേലായി മറിച്ച് ആ നാടിനെ, ആ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരെ ആർക്കും അറിയാത്ത വിധത്തിൽ മണ്ണിനടിയിലേക്ക് പറഞ്ഞുവിട്ട ചരിത്രത്തിന്റെ കഥ പറയുന്നുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ വചനാമൃതങ്ങളായ 6236 സെന്റൻസുകളുള്ള പരിശുദ്ധ ഖുർആൻ ഈ ചരിത്രത്തിലേക്ക് മനുഷ്യരെ വിളിക്കുന്നുണ്ട്. അത് വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? വെടിക്കടവും ഇടക്കരയിലും ചുങ്കത്തറയിലും പരിസര പ്രദേശങ്ങളിലും പുതിയ തലമുറ ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. MDMA എന്ന് പറയുന്ന മാരകമായ ലഹരി പുതിയ തലമുറ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്റ്റിക്കർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മയോടും ബാപ്പയോടും അനുസരണമില്ലാത്ത ടീം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അങ്ങാടിയിൽ, ഈ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് 4 ചെറുപ്പക്കാർ രാത്രി 12 മണിക്കിരുന്നാൽ ഈ നാട്ടിലെ ഒരാൾക്ക് ചെന്ന് ചോദിക്കാൻ ധൈര്യമുണ്ടാകുമോ, എന്താണോ ഇവിടെ ഇരിക്കുന്നത് എന്ന്? ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. അവരുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്ക് ഡിക്ഷണറിയിൽ പോലും കാണാത്ത, നിഘണ്ടുവിൽ പോലും തപ്പിയാൽ കാണാത്ത വൃത്തികെട്ട വാക്കുകളായിരിക്കും. ഞങ്ങളുടെ കാര്യം നോക്കാൻ നിങ്ങളാരാ? ഒരു കോളേജിന്റെ മുമ്പിലെ ബസ് സ്റ്റോപ്പില് പെൺകുട്ടികളും ആൺകുട്ടികളും തോളിൽ കൈയിട്ട് ടീഷർട്ടിനുള്ളിലൂടെ കൈയിട്ട് ഇരിക്കുന്നത് കണ്ടപ്പോ പ്രായമായൊരു മനുഷ്യൻ പറഞ്ഞു, ഇതൊരു കോളേജിന്റെ ബസ് സ്റ്റോപ്പ് തന്നെയെന്ന് എനിക്കറിയാം, ഞങ്ങളൊക്കെ ഇവിടെ ബസ് കാത്ത് നിൽക്കുന്നവരാ, ഞങ്ങളൊക്കെ ഈ നാട്ടുകാരാ, നിങ്ങൾ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഇങ്ങനെ വസ്ത്രത്തിന്റെ ഉള്ളിലൊക്കെ കൈയിട്ട് ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ പെൺകുട്ടികൾ എണീറ്റ് ആൺകുട്ടികളുടെ മടിയിൽ ഇരുന്നിട്ട് 60 വയസ്സുള്ള മനുഷ്യനോട് പറഞ്ഞത്, ഞങ്ങൾ ഇങ്ങനെ ഇരിക്കാനാ തീരുമാനിച്ചത്, ചോദിക്കാൻ താങ്കൾ ആരാണോ എന്നാണ് വാപ്പയുടെ പ്രായമുള്ള മനുഷ്യനോട് ചോദിച്ചത്. ഇത് പുതിയ തലമുറയിലെ വലിയ മാറ്റമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇതൊരു നന്മയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ തട്ടുത്തരം പറയല്, ഈ ധിക്കാരം കാണിക്കല്, ഈ ലൈംഗികമായ അതിക്രമം കാണിക്കല്, ഈ ലഹരിക്കടിമപ്പെടല് എവിടെ മുക്കില് മൂലയിൽ നോക്കിയാലും, വടിക്കടവ് പഞ്ചായത്ത് എന്ന് പറയുന്ന പഞ്ചായത്തില്, എടക്കര പഞ്ചായത്തില് എത്ര വീടുണ്ടോ? ഓരോ വീട്ടിലും നിങ്ങൾ സർവേ നടത്തിയാൽ 2000, 3000, 5000, 10000 വീടുണ്ടെങ്കിൽ 10000 കള്ളുകുടിയന്മാരെങ്കിലും ഇല്ലാത്ത ഒരു പഞ്ചായത്ത് എത്ര വീടുണ്ടോ? 1000 വീടാണെങ്കിൽ 1000 കുടിയന്മാർ, 1000 ലഹരിക്കടിമപ്പെട്ടവർ. അത് ലഹരിയാകാം, മയക്കുമരുന്നാവാം, അല്ലെങ്കിൽ MDMA ആവാം, സാധാരണ കള്ളാവാം, വാറ്റുന്നതാവാം, വിദേശ മദ്യമാവാം, എന്തുമാവാം. അടിമപ്പെട്ടു പോയി എന്നതാണ് എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന സർവേ റിപ്പോർട്ട്. ഞാൻ അവസാനിപ്പിക്കുമ്പോ പറയാണ്, ഈ എന്നെ കേട്ടവരോട്, വടിക്കടവിന്റെ ബസ് സ്റ്റാൻഡിന്റെ കടകളുടെ പരിസരത്ത് നിന്ന് എന്റെ എളിയമായ വാക്കുകൾ കേട്ട, സരളമായ വാക്കുകൾ കേട്ട, എന്നെ കേട്ട ശ്രദ്ധിച്ചവരോട് പറയാൻ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങി ഇന്നു തന്നെ നിങ്ങൾ പണി തുടങ്ങേണ്ടതുണ്ട്. പലതിന്റെയും പേര് പറഞ്ഞ് നമ്മുടെ മക്കള് മര്യാദക്കൊരു ടൂർ പോലും ഒരു കോളേജിൽ നിന്ന് പറഞ്ഞേക്കാൻ പറ്റാത്ത വിധം ബസ്സിൽ ഇരുന്ന് മദ്യപിക്കുന്ന, ക്ലാസ് റൂമിൽ ഇരുന്ന് മദ്യപിക്കുന്ന ബാംഗ്ലൂരിലെ 3 മലയാളി കുട്ടികളെ, പെൺകുട്ടികളെ കോളേജിൽ നിന്ന് പുറത്താക്കിയതിനെ കുറിച്ച് ചോദിച്ചപ്പോ അവിടുത്തെ മേലാധികാരി പറഞ്ഞത്, ക്ലാസ്സിൽ നിന്ന് പുറത്തുനിന്ന് മദ്യപിച്ചോട്ടെ, പെൺകുട്ടികളെ കുറിച്ചാ പറയുന്നത്. ഇവര് ക്ലാസ്സിൽ ഏറ്റവും പിറക് സീറ്റിലിരുന്ന് ക്ലാസ്സിലിരുന്ന് കുപ്പി പൊട്ടിക്കുകയാണ്, ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല, അതുകൊണ്ടാ പുറത്തു നിർത്തിയത് എന്ന് മാതാപിതാക്കളോട് മറുപടി കൊടുക്കുന്ന കോളേജ് അധികാരികള്. അറിയോ നിങ്ങൾക്ക് 7ലും 8ലും 7ലും 8ലും 9ലും
10th 11th 12th ഒക്കെ പഠിക്കുന്ന കുട്ടികള് മദ്യം കുടിക്കുന്നവരും ലഹരി ഉപയോഗിക്കുന്നവരുമാണ്. മുടി ക്രോപ്പ് ചെയ്യുന്നവരാണ്, മുടി പ്രത്യേക കോലമാക്കുന്നവരാണ്, വികൃത രൂപമുണ്ടാക്കുന്നവരാണ്, പണം കൊടുത്തു വാങ്ങുന്ന ജീൻസ് പാന്റിൽ 10 സ്ഥലത്തും 5 സ്ഥലത്തും ബോധപൂർവം ഓട്ടയുണ്ടാക്കുന്നവരാണ്. ഇതൊക്കെയാണ് നന്മയുടെ മാർഗമെന്ന് വിചാരിക്കുന്ന ഈ പുതിയ തലമുറയെ കൈറിട്ട് പിടിക്കാൻ ആരുണ്ട്? നിങ്ങളെ ക്ഷണിക്കുന്നു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ഈ തലമുറയോട് നന്മ പറയാൻ, ഈ പുതിയ തലമുറയോട് നന്മയിലേക്ക് ക്ഷണിക്കാൻ, കൂരിരുട്ടിൽ മുങ്ങിക്കിടക്കുന്ന ടീമിന് കൈകൊടുത്ത് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ എല്ലാ ശാരീരികമായ അവശതകളെയും മാറ്റിവെച്ചുകൊണ്ട് ഈ വെടിക്കടവിന്റെ ഹൃദയമായ ഈ ഭാഗത്തു നിന്ന് സംസാരിച്ചത് ഈ നന്മയിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവാനാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾ ഞങ്ങൾക്കില്ല, ഒരു പതാക ഞങ്ങൾക്കില്ല, ഇതുവരെ ഒരു സ്ഥാനാർത്ഥി വെച്ച് മത്സരിച്ചിട്ടില്ല, ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കാനല്ല. നാളെയുടെ വരാനിരിക്കുന്ന സ്വർഗമില്ലേ, ഭയാനകമായ നരകമില്ലേ, ആളിക്കത്തുന്ന നരകമില്ലേ? മുസ്ലിങ്ങളെ, നമ്മളത് വിശ്വസിക്കുന്നവരല്ലേ? പെൺകുട്ടികളെ, നിങ്ങളത് വിശ്വസിക്കുന്നവരും പഠിക്കുന്നവരുമല്ലേ? വ്യഭിചാരത്തിന്റെ കുറ്റം എന്താണ്? ലഹരിയുടെ ആപത്ത് എന്താണ്? മാതാപിതാക്കളോട് ധിക്കാരത്തിന്റെ കടുത്ത വില കൊടുക്കേണ്ടി വരുന്നത് എന്തായിരിക്കും? മുതിർന്നവരെ ബഹുമാനിക്കാതിരുന്നാൽ കിട്ടാൻ പോകുന്ന ആപത്ത് എന്താണ്? ചെറിയവരോട് കരുണ കാണിക്കാത്ത സ്വഭാവത്തിന്റെ ബാക്കി പത്രം എന്തായിരിക്കും? ധിക്കാരികൾക്കുള്ളതല്ലേ നരകം, മനുഷ്യനും കല്ലും കത്തുന്ന നരകം. പരിശുദ്ധ ഖുർആൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി പറഞ്ഞ ആ നരകമില്ലേ പ്രിയപ്പെട്ടവരെ? ഒരു കണ്ണും കാണാത്ത സ്വർഗമില്ലേ? ഒരു കാതും കേൾക്കാത്ത സ്വർഗം. അതെ, ഒരു കാതും കേൾക്കാത്ത സ്വർഗം, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത സ്വർഗം, ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം. ഇത് മായാവി കഥയാണോ? ഇത് ലുട്ടാപ്പി കഥയാണോ? ഇത് പൂമ്പാറ്റ കഥയാണോ? ഇത് ബാലരമ കഥയാണോ? അല്ല. റബ്ബിന്റെ കിതാബിൽ പറയുന്ന, പരിശുദ്ധ ഖുർആനിൽ പറയുന്ന, തിരുസുന്നത്തിൽ പറയുന്ന, സത്യസന്ധമായി നാളെ പുലരാൻ പോകുന്ന മനുഷ്യന്റെ മരണത്തോടുകൂടി ആ ലോകത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു എന്ന് പറയുന്ന വടിക്കടവിൽ ഖബർസ്ഥാനില്ലേ? ആ ഖബർസ്ഥാനിലേക്ക് പോയ ചെറുപ്പക്കാരില്ലേ? ഉണ്ട്. ആ ചെറുപ്പക്കാരെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഉമ്മയെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? വാപ്പയെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? ഖബറിൽ കിടക്കുന്ന നിങ്ങളുടെ ബന്ധുക്കളെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? എനിക്കറിയില്ല എന്ന് ആരാ നിന്റെ റബ്ബ് എന്ന് ചോദിക്കുമ്പോ ഉസ്താദ് ഖബറിന്റെ അടുത്ത് വന്ന് തൽക്കീൻ ഓതിത്തന്നാലും ഓതിത്തന്നില്ലെങ്കിലും ഖബറിൽ കിടക്കുന്ന നിനക്കോ എനിക്കോ ഇല്ല. പ്രിയപ്പെട്ടവരെ, ഖബറിൽ വെച്ച് ഉത്തരം പറയാൻ കിട്ടണമെങ്കിൽ മുസ്ലിമായി ജീവിക്കണം, മുഅ്മിനായി ജീവിക്കണം. ഇല്ലെങ്കിൽ റബ്ബുക്, ആരാ നിന്റെ റബ്ബ് എന്ന് ചോദിക്കുമ്പോ മദീനുക്, എന്താ നിന്റെ ദീനി എന്ന് ചോദിക്കുമ്പോ ഉത്തരം കിട്ടാതെ ഖബറിന്റെ ഉള്ളിൽ വെച്ച് മലായിക്കത്തുകളുടെ പ്രഹരമേറ്റിട്ട് എനിക്കറിയില്ലെന്ന് പറയുന്ന വേദനാജനകമായ ഭയാനകമായ ഭയവിഹ്വലമായ ഒരവസ്ഥ ഖബറിലുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണോ നമ്മള്? എങ്കിൽ പഠിച്ചോളൂ എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളൂ. ഇൻഷാ അല്ലാഹ് നവംബർ 12 എന്ന് പറഞ്ഞാൽ ഇന്ന് 8-ാം തീയതിയാണ്. ഇവിടുന്ന് അങ്ങോട്ട് 4-ാമത്തെ ദിവസം നിലമ്പൂരിൽ പ്രത്യേക സജ്ജമാക്കിയ ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഇരിക്കാൻ പന്തലുകൾ ഒരുക്കിക്കൊണ്ട് ഫാമിലി കോൺഫറൻസിലൂടെ 4 കുടുംബ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന് അബ്ദുൾ റഷീദ് കുട്ടമ്പൂര്, ബഹുമാന്യനായ ഈ ഉള്ളവനും അവിടെ ഒരു വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ TK അഷ്റഫ്, ബഹുമാന്യനായ ഹുസൈൻ സലഫി. 4 വിഷയങ്ങളിലൂടെയുള്ള സംസാരങ്ങൾ അവിടെ കടന്നു പോവുകയാണ്. അതല്ലാത്ത സംസാരങ്ങളും ഉദ്ഘാടന സംസാരങ്ങളും അതുപോലെ തന്നെ പിന്നെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖന്മാരും ഒക്കെ പങ്കെടുക്കുന്ന ഫാമിലി കോൺഫറൻസിലേക്ക് വടിക്കടവിന്റെ ഓരത്ത് ശബ്ദം കേട്ടവരെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നമ്മുടെ മക്കളെ നമുക്ക് തിരിച്ചു കിട്ടാൻ, മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ഈ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്റെ പ്രസംഗം കേട്ട് മാറിയ ഒരു പാവപ്പെട്ട സുഹൃത്തിനെ വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചത് ഞാൻ ഓർത്തു പോവുകയാണ്. നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. ആ ചെറുപ്പക്കാരൻ മാറി ചിന്തിച്ചു, എന്നോട് സംസാരിച്ചു, എന്റെ അടുത്ത് വന്ന് സംസാരിച്ചു. എന്റെ പ്രസംഗം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് കൈ തന്നിട്ട് പറഞ്ഞു, ഞാൻ കുടിക്കുന്നവനായിരുന്നു, ധാരാളമായി മദ്യപിക്കുന്നവനായിരുന്നു. നിങ്ങൾ പ്രസംഗത്തിൽ പറഞ്ഞൊരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചു, ഇറച്ചിയോ കോഴിയോ ഒക്കെ തിന്നിട്ട് കള്ള് ഷാപ്പ് നിറങ്ങി പോകുന്ന, അവിടെ വെച്ച് അല്ലെങ്കിൽ കള്ള് കുടിച്ചതിന് ശേഷം ചിക്കനും ബീഫൊക്കെ അടിച്ചിട്ട് പോകുന്ന ഒരാൾ ഛർദിച്ചാൽ ദഹിച്ചിട്ടില്ല, ചിക്കന്റെ പീസ് പുറത്തേക്ക് വന്നിട്ടുണ്ട്, ബീഫ് പുറത്തേക്ക് വന്നിട്ടുണ്ട്, പക്ഷെ ഒരു നായ മണുത്തു നോക്കി പോവുകയാണ് ഉണ്ടായത് എന്ന ഒരു ചിത്രത്തെ കുറിച്ച് ഞാൻ അവിടെ പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞു, എത്ര മോശമാണ് നമ്മുടെ വയറ്റിലേക്ക് നാം പറഞ്ഞയക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. ഇനി ഞാൻ കുടിക്കുകയില്ല എന്ന് അയാൾ എന്റെ മുമ്പിൽ വെച്ച്
വെച്ച് പ്രതിജ്ഞ ചെയ്തു, ഞാൻ നിങ്ങളുടെ ആളൊന്നുമല്ല, ദൂരെ നിന്ന് കേട്ടതാണ് നിങ്ങളുടെ സംസാരം, അടുത്തേക്ക് വന്നു, മുഴുവനും ഞാൻ കേട്ടു, ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞ അയാൾ പറഞ്ഞു, ഇനി ഞാൻ കുടിക്കുകയില്ല. എന്റെ ഭാര്യ എത്രയോ ദിവസം ഞാൻ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചവളാണ്. എന്റെ മക്കൾ എന്റെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് എന്റെ മക്കളും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്ത്, ഞങ്ങളുടെ വാപ്പ ഇന്ന് വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാമായിരുന്നു. ഉമ്മയെ തല്ലുന്നത് കാണാതെ, ഉമ്മയെ ചവിട്ടുന്നത് കാണാതെ, കലമുടക്കുന്നത് കാണാതെ, അടുക്കളയിലെ കിച്ചണിലെ പാത്രങ്ങൾ ഉടക്കുന്നത് കാണാതെ ഞങ്ങൾക്ക് സുഖമായി ഉറങ്ങാമായിരുന്നു. ഞങ്ങളുടെ വാപ്പ ഇന്ന് വന്നിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് റബ്ബിന്റെ മുമ്പിലേക്ക് 8ഉം 5ഉം വയസ്സുള്ള കുട്ടികൾ കൈനീട്ടി പ്രാർത്ഥിക്കുന്നത് എന്റെ മക്കളെ കുറിച്ച് ഞാൻ ഓർത്തു പോവുകയാണ്. ഇനി ഞാൻ കുടിക്കില്ല, ഇനി ഞാൻ കുടിക്കില്ല. ആ മനുഷ്യൻ നന്നായപ്പോ മുജാഹിദിന്റെ പ്രസംഗം കേട്ടിട്ടാ നന്നായത്. മുജാഹിദിന്റെ പള്ളിയിലേക്കാണ് അയാൾ പോയത്. അപ്പോ അവിടുത്തെ ഉസ്താദ് ഇടപെട്ടിട്ട് പറഞ്ഞത്രേ ആ ചെറുപ്പക്കാരന്റെ വാപ്പയോട്, നിങ്ങളെ മോൻ പഴച്ചു പോയിട്ടോന്ന്, നിങ്ങളെ മോൻ പഴച്ചുപോയി. മനസ്സിലായോ? അത് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതാ. ഈ ചെറുപ്പക്കാരനെ കുറിച്ച് ആ മനുഷ്യന്റെ, ഈ ചെറുപ്പക്കാരന്റെ വാപ്പ ഉസ്താദിനോട് സംസാരിച്ചു. ഉസ്താദ് അയാളോട് സംസാരിച്ചിട്ട് അയാളോട് പറഞ്ഞത്രേ, ഞാൻ പഴച്ചുപോയി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, 4 കാലിലാണ് ഞാൻ വീട്ടിലേക്ക് പോകാറുള്ളത്. ചിലപ്പോ ഈ അങ്ങാടിയിൽ സ്റ്റാൻഡിൽ കിടക്കല, ചിലപ്പോ അരിച്ചാലിൽ കിടക്കല, ചിലപ്പോ പീഡികത്തിണ്ണയിൽ കിടക്കല. അപ്പോഴൊന്നും ഞാൻ പഴച്ചിട്ടില്ലെങ്കിൽ, ഇപ്പൊ ഞാൻ പഴച്ച റൂട്ടിലാണെങ്കിൽ ഈ റൂട്ടിൽ പോവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആ ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞത്. നന്നാകുന്നവരെ സംഘടനയുടെ പേര് പറഞ്ഞ്, ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞ് ഈ തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നവർക്ക് മുമ്പിൽ ആരും തടയിടരുത്. കാരണം അധർമ്മത്തിന്റെ റൂട്ടിൽ നിന്ന് ധർമ്മത്തിന്റെ റൂട്ടിലേക്കാണ് നമ്മൾ മനുഷ്യരെ വിളിക്കുന്നത്. തിന്മയിൽ നിന്ന് നന്മയിലേക്കാണ് വിളിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് വിളിക്കുന്നത്. അധാർമികതയിൽ നിന്ന് ധാർമ്മികതയിലേക്കാണ് നമ്മൾ മനുഷ്യരെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. നെഗറ്റീവുകൾ വേണ്ട, പോസിറ്റീവുകളിലേക്ക് വാ എന്നാണ് ആ മനുഷ്യരോട് പറയുന്നത്. കുടുംബത്തെ നിലനിർത്താൻ നോക്ക് സഹോദര എന്നാണ് പറയുന്നത്. മക്കളെ പരിപാലിക്കാൻ നിന്റെ ആരോഗ്യത്തെ നിലനിർത്തു സുഹൃത്തെ എന്നാണ് പറയുന്നത്. അതിലുപരി കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി പണിയെടുക്കൂ സഹോദര എന്നാ നമ്മൾ പറയുന്നത്. വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾ ഏവരെയും, എന്റെ വാക്ക് കേട്ട മുഴുവൻ ആളുകളെയും ഞാൻ വിഷയത്തിന്റെ യഥാർത്ഥത്തിലുള്ള താത്വികമായ ഒരു സംസാര വശത്തിലേക്കൊന്നും ഞാൻ കടന്നിട്ടില്ല. ഇവിടെ നടന്ന സംസാരങ്ങളുടെ പിറകിൽ ഈ വിഷയങ്ങൾ ഇവിടെ ബോധ്യപ്പെടുത്തണമെന്ന നിലക്ക് എന്റെ കൊച്ചു കൊച്ചു വാക്കുകൾ നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ ചെവിയിൽ കേട്ടത് ചിന്താമണ്ഡലത്തിലേക്ക് ഇറക്കി വെച്ച് തലച്ചോറിലേക്ക് കൊണ്ടുചെന്ന് ആലോചന അനുമഗ്നരായി മാറണേ എന്ന് മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബ് ഫലസ്തീനിൽ വേദനിക്കുന്ന പാവപ്പെട്ട ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് അല്ലാഹു ആശ്വാസവും മറുതിയും ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്തിന്റെ രക്ഷിതാവായ, പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്. ആ റബ്ബ് അവർക്ക് പരിഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കച്ചവടക്കാരിൽ, ഈ ക്രയവിക്രയങ്ങൾ നടത്തുന്നവരിൽ, ഇവിടെ കൂടിയവരിൽ, ബിസിനസ്സുകാരിൽ, അതുപോലെ തന്നെ ഉദ്യോഗങ്ങളിൽ ഏർപ്പെട്ടവരിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. എല്ലാം അറിയുന്നവനാണ് അല്ലാഹ്. അവൻ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. കുടുംബജീവിതം ഈ കേൾക്കുന്നത് പോലെയൊന്നുമല്ല. ബെഡ്റൂമിന്റെ 4 ചുമരുകൾക്കുള്ളിലെത്തിയാൽ കീരിയും പാമ്പും കണ്ടതുപോലെ, വീടിന്റെ 4 ചുമരുകൾക്കുള്ളിലെത്തിയാൽ, മതിൽക്കെട്ടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ കീരിയും പാമ്പും കണ്ടതുപോലെ കീറി മുറിക്കുന്ന, തട്ടുത്തരങ്ങൾ കൊണ്ട് പ്രഹരം നടത്തുന്ന കുടുംബങ്ങൾ ഒരുപാടുണ്ടാവാം. അല്ലാഹു അവർക്ക് നേരായ വശത്തിലൂടെയുള്ള കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ, തിരിച്ചു വരാൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. വാപ്പ മരിച്ചാലോ ഉമ്മ മരിച്ചാലോ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് പോലും, എന്താ 1ാമത്തെ തക്ബീർ കഴിഞ്ഞാൽ, എന്താ 2ാമത്തെ തക്ബീർ കഴിഞ്ഞാൽ, എന്താ 3ാമത്തെ തക്ബീർ കഴിഞ്ഞാൽ, എന്താ 4ാമത്തെ തക്ബീർ കഴിഞ്ഞാൽ ഈ ചൊല്ലുന്ന പദത്തിന്റെ അർത്ഥം എന്താ? 8ലും 9ലും വരെ മദ്രസയിൽ പഠിച്ചവർക്ക് അറിയാത്തവർ വടിക്കടവിന്റെ പരിസരത്തുണ്ട്, പല സ്ഥലത്തുമുണ്ട്. ആ കുട്ടികൾ പഠിക്കണം എന്താണ് ദീൻ എന്ന്, എങ്ങനെ നിസ്കാരമെന്ന്, എന്താ ഈ സുജൂദെന്ന്, എന്താ ഈ റുക്കൂ എന്ന്, ഈ ചൊല്ലുന്നതിന്റെ അർത്ഥം എന്താണ്. എന്റെ വാപ്പാന്റെ മുമ്പിൽ ഞാൻ മയ്യത്തിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് പറയുന്ന വാക്കുകളുടെ അർത്ഥം എന്താണ് എന്ന്, അല്ലാഹുമ്മ അബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി എന്ന് പറയുമ്പോൾ, പടച്ചോനെ എന്റെ വാപ്പാക്ക് ഇതിനേക്കാൾ നല്ല ഭവനം, ഈ വീടിനേക്കാൾ നല്ല വീട്, ഈ ഇണയേക്കാൾ
നല്ല ഇണയെ കൊടുക്കണേ എന്ന് പറഞ്ഞ് യാത്രയയക്കുമ്പോ 3 പിടി മണ്ണും വാരി കബറിലേക്ക് ഇട്ട് മൂടുകല്ല് വെച്ചതിന് ശേഷം വാപ്പക്ക് വേണ്ടി തസ്ബീഹ് നടത്തുമ്പോ, പ്രിയപ്പെട്ടവരെ, ഇന്നല്ലെങ്കിൽ നാളെ ഈ കബറിന്റെ ഓരത്ത് കുത്തിവെച്ച 6 അടി മണ്ണിലേക്ക് വന്നു ചേരാനുള്ളവനാണ് ഞാൻ എന്ന ബോധം നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാകണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇൻഷാ അല്ലാഹ് 2023 ഡിസംബർ 3-ാം തീയതി ഞായറാഴ്ച മുണ്ടയിൽ വെച്ച് പ്രത്യേകമായ ഒരു പ്രോഗ്രാമിന് തുടക്കം കുറിക്കുകയാണ്. വൈകുന്നേരം 3:30 മുതൽ 4:30 വരെ 1 മണിക്കൂർ സമയം നിസ്കാരം, അതിന്റെ കൃത്യമായ രൂപം കേട്ടോ, അത് എങ്ങനെയാണ് നമുക്ക് കൺകുളിർമയായി മാറുന്നത് എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ പ്രോഗ്രാമിനെ കുറിച്ച് സംഘാടകർ ആലോചിച്ച വിവരം കുട്ടികൾക്ക് കൃത്യമായി നിസ്കാരത്തിന്റെ ഓരോ വിഷയങ്ങളും പഠിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തുടക്കം, അതാണ് സംഘാടകർ ഉദ്ദേശിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് കിട്ടിയ ഒരു നിർദ്ദേശമായതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയുകയാണ്. ആ അർത്ഥത്തിൽ ഓരോ വിഷയം, നിസ്കാരത്തിന്റെ വിഷയം, അതുപോലെ തന്നെ മയ്യത്ത് നമസ്കാരത്തിന്റെ വിഷയം, അതുപോലെ തന്നെ ബാക്കിയുള്ള നമസ്കാരത്തിന്റെ വിഷയം, അത് മാത്രമല്ല ഈ 8-ലും 9-ലും 6-ലും ഒക്കെ മദ്രസ പഠിച്ച് പിന്നെ +2-ലേക്ക് പോയി, കോളേജിലേക്ക് പോയി, പിന്നെ ദീനുമായി ബന്ധമില്ല, മദ്രസയുമായി ബന്ധമില്ല, പിന്നെ മല കയറുകയാണ്, സ്റ്റൗവുമായി പോവുക, ചിക്കനുമായി പോവുക, കൂട്ടുകെട്ട് അപകടത്തിലേക്ക് പോവുക. അല്ലേ, നമ്മളൊക്കെ ഒരു 10-20 കൊല്ലം മുമ്പ് SLC എഴുതുമ്പോ, 30 കൊല്ലം മുമ്പ് SLC എഴുതുമ്പോ ഇഷ്ടമാണ് എന്നൊരു പെൺകുട്ടിയോട് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ആ കുട്ടി ഇഷ്ടാന്ന് തിരിച്ചു പറഞ്ഞാൽ അതൊക്കെ ഒരു വലിയ സംഭവമാണ്. ഒരു കൂൾബാർ കയറി ഒരുമിച്ച് ഒരു ജ്യൂസ് കുടിച്ചാൽ അതൊക്കെ ഒരു വലിയ സംഭവമാണ്. എന്നാൽ ഫിലിപ്പ് മമ്പാടൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഇന്നലെ പരിചയപ്പെട്ടതാണ് കേട്ടോ, സോഷ്യൽ മീഡിയ വഴി ഇന്നലെ പരിചയപ്പെട്ടതാ. ഇന്ന് രാത്രി കോഴിക്കോട് കടപ്പുറത്ത് നിൽക്കുക +2-ലെ കുട്ടി. അത് നിങ്ങൾക്ക് ഇന്നലെ പരിചയപ്പെട്ട ചങ്ങാതിയെ കാണാൻ കൊല്ലത്ത് നിന്ന് യാത്ര ചെയ്ത് കോഴിക്കോട് കടപ്പുറത്ത്, കണ്ണൂരിൽ നിന്ന് യാത്ര ചെയ്ത് കോഴിക്കോട്, കോഴിക്കോട് നിന്ന് യാത്ര ചെയ്ത് കണ്ണൂര്. പെൺകുട്ടി ഒറ്റയ്ക്ക് സ്കൂള് വിട്ടിട്ട് നേരെ ട്രെയിൻ കയറിയതാ, കടപ്പുറത്ത് വന്ന് നിൽക്കുക. പോലീസുകാർ ചോദിച്ചു, എന്താ മോളെ? ഞാനൊരാൾ കാണാൻ നിൽക്കുക. ആരാണ് ആള്? കറക്റ്റ് അഡ്രസ് ഒന്നും അറിയില്ല. 2-3 ദിവസമായിട്ടുള്ളൂ പരിചയപ്പെട്ടിട്ട്. മിനിഞ്ഞാന്ന് പരിചയപ്പെട്ടതാ, ഇന്നലെ പരിചയപ്പെട്ടതാ, ഇന്ന് പരിചയപ്പെട്ടു, നാളെ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതാ പുതിയ ലോകം. 40%, 20% ഒക്കെ കോളേജിൽ പഠിക്കുന്ന കുട്ടികള് കല്യാണത്തിന് മുമ്പ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടവരാണെന്ന സർവേ റിപ്പോർട്ട്. കുറെ പറയാനുണ്ട്, അങ്ങോട്ട് കിടക്കാൻ സമയമില്ല. എന്ത് 20% എന്ന് പറഞ്ഞാൽ 2000 കുട്ടി, 1000 കുട്ടികൾ പഠിക്കുന്ന കോളേജിൽ 200 കുട്ടികളും ശാരീരിക ബന്ധത്തിൽ കല്യാണത്തിന് മുമ്പേ ഏർപ്പെടുന്നുണ്ട്. അതിപ്പോ ചോദിക്കുമ്പോ കറക്റ്റ് ആൻസർ പറയുന്നവരാണ്. മൗനം പാലിക്കുന്നവരും മിണ്ടാതിരിക്കുന്നവരും പുറത്തു പറയാത്തവരും വേറെ. തുറന്ന് പറയാൻ റെഡിയുള്ളോല 20%. മനസ്സിലായോ? അപ്പൊ എവിടെ എത്തി ലോകം? എവിടെ എത്തി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ലോകം എവിടെ എത്തി നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അതുകൊണ്ട് വല്ലാത്തൊരു അപകടത്തിലേക്കാണ് സമൂഹത്തിന്റെ പോക്ക് എന്നറിയണം. ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ മുദബ്ബിറുൽ ആലം എന്നതിൽ ഞാൻ ഒരു വാക്കുകൂടി ചേർത്ത് പറഞ്ഞ് എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്നത് അള്ളയാണ്. ലോകത്തെ നിയന്ത്രിക്കുക ഈ ഞാൻ സംസാരിക്കുക, എന്റെ ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും നിയന്ത്രിക്കുന്നത് എന്റെ വിരലിന്റെ അഗ്രഭാഗം. ഇന്ന് 640 കോടി മനുഷ്യർ ലോകത്തുണ്ടെങ്കിൽ 1 ഇഞ്ച് സ്ഥലത്ത് അള്ള എല്ലാവരുടെ തള്ളവിരലും വേറെ വേറെ ആക്കിയത് അല്ലേ? 1 ഇഞ്ച് സ്ഥലത്താണ് ഓരോ മനുഷ്യന്റെ തള്ളവിരലും അള്ള വേറെയാക്കിയത്. പടച്ചവന്റെ കഴിവെത്രയാണ് സുഹൃത്തുക്കളെ. മനുഷ്യന്റെ തലച്ചോറ് 496 കിലോമീറ്റർ നീളമുള്ള ഞരമ്പ് ചുരുട്ടി വെച്ചതാ. 496. ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് 100 കിലോമീറ്ററാ. തിരിച്ചിങ്ങോട്ട് എത്തുമ്പോൾ 200 ആയിട്ടുള്ളൂ. പിന്നെയും പോയി, അപ്പൊ 300, പിന്നെയും വന്നു 400, പിന്നെയും കോഴിക്കോട് പോയാൽ 500. ഒരൊറ്റ മനുഷ്യന്റെ തലച്ചോറ് നിർത്തിയാൽ 496 കിലോമീറ്റർ നീളമുള്ള ഞരമ്പാണ് മനുഷ്യന്റെ തലച്ചോറ്. എന്റെ തല മുതൽ കാല് വരെ നീണ്ടു കിടക്കുന്ന ഞരമ്പ് കൊണ്ട് ഭൂമിയെ 2 തവണ റൗണ്ട് ചെയ്യാൻ ഒരൊറ്റ മനുഷ്യന്റെ ഞരമ്പ് കൊണ്ട്, രക്തക്കൊഴലുകൾ കൊണ്ട് ഈ ഭൂമിയെ 2 തവണ റൗണ്ട് ചെയ്യാൻ മാത്രമുണ്ട് ഒരു മനുഷ്യന്റെ ഞരമ്പ് സംവിധാനം. പ്രിയപ്പെട്ടവർ, ഇത് തന്ന റബ്ബ്, ആ റബ്ബ് ലോകത്തെ നിയന്ത്രിക്കുന്നവൻ അവനാണ്. അതാ മക്കയിലെ മനുഷ്യരെ വരെ പറഞ്ഞത്, ആരാ വെള്ളം തരുന്ന അല്ലാ, ആരാ ഭക്ഷണം തരുന്ന അല്ലാ, ആരാ പൂജയിലെ നിന്നെ സൃഷ്ടിച്ചത് അല്ലാ, ആരാ നിന്നെ നിയന്ത്രിക്കുന്നത് അല്ലാ. അവര് പോലും ലോകം നിയന്ത്രിക്കുന്നത് ഏതെങ്കിലും കഴിഞ്ഞു പോയ ഇബ്രാഹിം നബി എന്ന് പറഞ്ഞിട്ടില്ല, ഏതെങ്കിലും വദ് എന്ന് പറഞ്ഞിട്ടില്ല, ഏതെങ്കിലും സുവാദ് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്നെ കേട്ടവരെ, ഇന്ന് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നത് CM ആണെന്ന് പറയുന്നവരുണ്ട്. ട്രെയിന് നിയന്ത്രിക്കുന്നത് CM,
ഖബറിൽ ഇങ്ങനെ മലന്ന് കിടന്നിട്ട് CM ഇങ്ങനെ നോക്കി കണ്ട് നിയന്ത്രിക്കുകയാണെന്ന് പ്രസംഗിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അള്ളാഹു അവർക്ക് സത്യദീൻ മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. എന്തായി പറയുന്നത്? CM ഇങ്ങനെ ഖബറിൽ മലന്ന് കിടന്നിട്ട് എല്ലാം കാണുകയാണ്, എല്ലാം കേൾക്കുകയാണ്, എന്നിട്ട് വിമാനം നിയന്ത്രിക്കുക. പിന്നെ വേറൊരു പണ്ഡിതൻ പറയുന്നത് CM ഇടയ്ക്കിടയ്ക്ക് അന്ന് പണ്ട് കുളിച്ച കുളത്തിൽ ഇപ്പോഴും കുളിക്കാൻ വരലുണ്ട് എന്ന്. മനസ്സിലായോ? ഞങ്ങളൊക്കെ കാണലുണ്ട് എന്നാണ്. ഇങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കളെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. CM ഒരിക്കലും വീട്ടിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ CM ഉമ്മാനോട് പറഞ്ഞല്ലോ, ഉമ്മ അങ്ങോട്ട് വരി, നിങ്ങൾ ഞങ്ങളെ കൂടെ കഞ്ഞി കുടിക്കണോ ചോദിച്ചു. ഉമ്മ പറഞ്ഞു ഞാനില്ല, നിന്നെ കാണാൻ പലരും വരലില്ല, ഞാൻ ഇപ്പം ഇല്ലായിരുന്നു. അങ്ങനെ വന്ന ആളും CM കഞ്ഞി കുടിച്ച് അയാൾ പോയി. അപ്പോൾ CM ചോദിച്ചത്രേ ഉമ്മാനോട്, ആരാണ് എൻ്റെ കൂടെ കഞ്ഞി കുടിച്ചത് നിങ്ങൾക്ക് അറിയോ? കഞ്ഞി കുടിക്കാൻ വിളിച്ചിട്ട് വരാതെ പുറത്തിരുന്ന ആളാരാ നിങ്ങൾക്ക് അറിയോ? ഉമ്മ പറഞ്ഞു എനിക്കറിയില്ല, എന്നെ കാണാൻ കുറേ ആൾക്കാർ വരാറുണ്ടല്ലോ. എൻ്റെ കൂടെ ഇരുന്ന് കഞ്ഞി കുടിച്ചത് ഖിളർ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. പുറത്ത് പുള്ളത്തിണ്ടം വരുന്നത് ജിബ്രീലാണ് എന്നാണ് ഉമ്മാനോട് CM പറഞ്ഞത്. ഇതൊക്കെയാണ് പണ്ഡിതന്മാര് പ്രസംഗിക്കുന്നത്. ഇതൊക്കെ വിശ്വസിക്കണോ മുസ്ലിങ്ങൾ എന്നാണ് ഈ മുജാഹിദ് പ്രസ്ഥാനങ്ങളോട് ചോദിക്കുന്നത്. ഇത് വിശ്വസിക്കണോ? ഇത് വിശ്വസിക്കണോ? ഇത് മനസ്സിലേക്ക് പ്രവേശിപ്പിക്കണോ? ഇത് ഇസ്ലാമായി പറയണോ? ഇത് തെറ്റാണ് എന്ന് ലോകത്തോട് പറയാൻ അതാ ഇങ്ങനെ ഒരു ഹെഡിങ് കൊടുത്തത്. ഇതിങ്ങനെ നാടുനീളെ പ്രസംഗിച്ച് നടക്കുക. ഒരാളൊന്നുമല്ല, ഒരു കൂട്ടം മനുഷ്യർ ഇതിനെ ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് കടുത്ത ഭാഷയിലൊക്കെ നിങ്ങളോട് പറയുന്നത്. സ്ട്രോങ്ങിൽ പറയുമ്പോഴേക്കും ചിന്തിക്കുക. അതുകൊണ്ടാണ് അങ്ങനെ കടുത്ത ഭാഷയിലൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം അത്രയും ധിക്കാരപരമായ സംസാരമാണ് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് എനിക്കും നിങ്ങൾക്കും കൂടുതൽ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സേവനം ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു തആല നൽകുമാറാകട്ടെ.